സദ്വേ ശരണം. അപ്പം നമ്മൾ ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിൻ്റെ പ്രസിഡൻ്റായ ഞാനും ജനറൽ സെക്രട്ടറിയായ സതികുമാർ കൂടിയുള്ള ഒരു അഭിമുഖത്തിൻ്റെ തുടർച്ചയാണിത്. കഴിഞ്ഞ പ്രാവശ്യം തുടങ്ങിയതാണ്. അതിപ്പോൾ അതിൻ്റെ രണ്ടാം ഭാഗമായിട്ടാണ് ഇത് പറയുന്നത്. ഇത് മറ്റൊന്നും കൊണ്ടല്ല ഇത് പറയുന്നത്. നമ്മുടെ ഗുരുവിൻ്റെ ബ്രഹ്മശ്രീ കരുണാഗുരുവിൻ്റെ വിശ്വാസ പരമ്പരകൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് പല കാര്യങ്ങളിലും. അപ്പോൾ സതിയണ്ണ എല്ലാം അറിയാം. പക്ഷേ സതിയണ്ണൻ ചോദിക്കുമ്പോൾ സതിയണ്ണോട് ചോദിച്ച ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത് ഒരു ഇൻ്റർവ്യൂ രൂപത്തിൽ നമ്മൾ പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും മനസ്സിലാവുന്നതിന് വേണ്ടിയാണ്. എല്ലാ പരമ്പരയിലും അപ്പോൾ ചോദിക്കുന്ന ഓരോ വ്യക്തികളോടും അപ്പോൾ പറയുന്നതിന് നല്ലത് അതിനറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ വിശദമായിട്ട് സംസാരിക്കുന്നതാണ് ഉചിതമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനൊരു ഇൻ്റർവ്യൂ പരമ്പര നമ്മൾ ആലോചിച്ച് പ്ലാൻ ചെയ്തത്. അപ്പോൾ അതിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ സതീണ്ണൻ കാര്യങ്ങൾ ചോദിക്കും. അപ്പോൾ അതിന് ഉചിതമായ മറുപടികൾ പറയാം. അപ്പോൾ സതീണ്ണ. സദ്ഗുരുവേ ശരണം. എനിക്കിന്ന് ചന്ദ്രബാബുവിനോട് ചോദിക്കാനുള്ളത്, ഗുരുവിൻ്റെ ജന്മഗൃഹം ഇപ്പോൾ നമ്മൾ കേസിൽ നിലനിൽക്കുന്ന ആ ജന്മഗൃഹം, അത് ഗുരു പറഞ്ഞ് അത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിവരിച്ചതാണ്. 2-3 പ്രമാണങ്ങൾ മാറി മാറി ഉണ്ടായതിന് ശേഷം ഗുരു തന്നെ ഗുരുവിൻ്റെ പേരിൽ വേണമെന്ന് പറഞ്ഞ് എഴുതി വാങ്ങിച്ച ആ ഒരു ജന്മഗൃഹം, ചിലരുടെ സംശയങ്ങൾ എന്തെന്ന് വെച്ചാൽ അതിലല്ല, ആ ജന്മഗൃഹം അല്ല ഗുരു ജനിച്ച ജന്മഗൃഹം എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ചന്ദ്രബാബുവിന് എന്താണ് പറയാനുള്ളത്? അതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു മറു ചോദ്യം ചോദിച്ചിട്ട് ഞാൻ അതിൽ നിന്ന് തുടങ്ങാം. കാരണം വേറൊന്നുമല്ല, ഗുരു നമ്മളോട് ഞാൻ ജനിച്ച ജന്മഗൃഹം എനിക്ക് വേണമെന്ന് പറയുമ്പോൾ ഈ ജന്മഗൃഹം തന്നെയാണ് ഒന്നത്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ അത് ഗുരുവിൻ്റെ പേരിൽ എഴുതി മേടിക്കുന്ന ഗുരു ശരീരം വിടുന്നത് 99-ലാണ്, മെയ് 6-ന്. ഗുരു 95-ൽ എഴുതിപ്പിക്കുകയും അതിനു മുമ്പേ ചർച്ചയുണ്ട് ഇല്ലേ? അപ്പോൾ ആ 10 സെൻറ്റ് സ്ഥലവും ആ വീടുമാണ് അന്ന് നമ്മുടെ പേരിലുള്ളത്. ഇന്നൊരുപാട് സ്ഥലങ്ങൾ ആശ്രമത്തിൻ്റെ സംവിധാനത്തിൽ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ഗുരു ശരീരത്തോടെ ഇരിക്കുമ്പോൾ തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ചുറ്റും കിടന്ന സ്ഥലങ്ങളൊന്നും ഈ പറയുന്ന നമ്മുടെ സ്വത്തുവകളല്ലായിരുന്നു. അത് വേറെ ഒട്ടനവധി പേരുടെ കയ്യിൽ നിന്ന് പിന്നീട് നമ്മൾ കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. ഈ 10 സെൻറ്റ് സ്ഥലവും വീടുമാണ് ഗുരു ജനിച്ച വീട് സ്ഥലവും. മനസ്സിലായ? അപ്പോൾ ആ ഇരുന്ന വീടിന് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയെന്നല്ലാതെ ഗുരു ജനിച്ചത് ആ വീട്ടിൽ തന്നെയാണ്. കാരണം വെച്ചാൽ അതിനെ അവിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഗുരു ജനിച്ച വീട് എനിക്ക് വേണമെന്ന് പറഞ്ഞ് നമ്മൾ എഴുതി കൊടുത്ത് ആ വീട് എഴുതി കൊടുത്ത് ഗുരു അതിനെ മെയിൻ്റെനൻസ് ചെയ്യണം. ഞാനത് ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഇവിടെ. കാരണം എറണാകുളത്തെ ആശ്രമത്തിൽ വേണുഗോപാലൻ സാർ എന്ന് പറയും, ആ ആശ്രമത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന ഗുരു ശരീരത്തോടെ ഇരുന്നപ്പോൾ ഗുരു തന്നെ പ്രസിഡൻ്റായിട്ട് നിശ്ചയിച്ച ഒരാളാണ്. ഇപ്പോൾ ആരാണെന്ന് എനിക്കറിയില്ല, അദ്ദേഹം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. സത്യപ്രകാശ് സ്വാമി അവിടെ ചാർജുള്ളപ്പോൾ അദ്ദേഹമാണ്, അദ്ദേഹത്തിന് വാസ്തുകാരൻ എന്ന് പറഞ്ഞ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കമ്പനിയിൽ ജോലിക്കാരെ കൊണ്ടാണ് അത് മെയിൻ്റെനൻസ് ചെയ്യിച്ചു ഗുരുവിൻ്റെ വീട്. കാരണം വെച്ചാൽ ഇതിൻ്റെ പഴയ രൂപം എന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ അരഭിത്തി ഉണ്ടായിരുന്നു. ആ അരഭിത്തി എൻ്റെ അപ്പൂപ്പൻ, അതായത് ഗുരുവിൻ്റെ അമ്മാവൻ, അത് പൊളിച്ച് കളഞ്ഞിട്ട് അതിനെ കംപ്ലീറ്റ് ക്ലോസ് ചെയ്തു. എന്നുവെച്ചാൽ ഉമ്മറയില്ലാത്തൊരു വീട് പോലെ, എന്ന് വെച്ചാൽ വരാന്തയോ അല്ലെങ്കിൽ ഒരു സിറ്റ് ഔട്ടോ ഇല്ലാത്തൊരു വീട് പോലെ ആക്കി. അപ്പോൾ ആ വീട് പോലെ ആക്കിയപ്പോൾ ഗുരുവിനെ ഒരിക്കലും അത് ഇഷ്ടപ്പെട്ടില്ല. ഗുരു അത് മാത്രമാണ് ഒരു ഇത് ചെയ്തത്. എങ്ങനെ ഗുരു ഒരു മാറ്റം വരുത്തിയെന്ന് വെച്ചാൽ അരപ്രൈസ് പോലും എടുത്ത് കളഞ്ഞിട്ട് തിണ്ണ മതി, എല്ലാവർക്കും ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തിണ്ണ, പിന്നെ 3 തൂണുകൾ, 3-4 തൂണുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3 4 എന്ന് ഉള്ളതാണ് ഒരു തൂണ്. അതിലാണ് അതിൻ്റെ ഉത്തരം നിൽക്കുന്നത്, ആ ഫ്രണ്ട് വരുന്ന. അപ്പം അങ്ങനെ ഗുരു തന്നെ ശരിയാക്കിച്ചിട്ട് ഗുരു തന്നെ ഗുരുവിൻ്റെ ജന്മഗൃഹം എന്ന് പറഞ്ഞൊരു കാര്യത്തെ ഗുരു അവിടെയല്ല ജനിച്ചതെന്ന് പറയാൻ വേറെ ആർക്കാണ് കഴിയുന്നത്? വേറെ ആർക്കെങ്കിലും കഴിയുമോ? എൻ്റെ അറിവിലെന്ന് പറഞ്ഞാൽ ഗുരു ജനിച്ച വീട് അത് തന്നെയാണ്. മനസ്സിലായോ? ആ വീട്ടിൽ തന്നെയാണ് ഗുരു ജനിച്ചത്, അല്ലാതെ അതിലൊരു മാറ്റവും ഇല്ല. അപ്പം ഞാനിത് ഇത്രയും പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അറിവ് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കാരണം ഗുരു അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അത് അങ്ങനെ അല്ല എന്ന് പറയുമ്പോഴേ എങ്ങനെയാണ് ശരിയാകുന്നത്? ഇതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഗുരു പറയുന്നതിന് അപ്പുറമായിട്ട് നമുക്കൊരു ഇതില്ല. ഗുരു ജനിച്ച വീട് അത് തന്നെയാണ്, അതിലൊരു മാറ്റവും ഇല്ല. ഇനി അടുത്തൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഗുരുവിൻ്റെ അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ്. അത് എന്തെന്ന് വെച്ചാൽ, അമ്മയുടെ ആ മരണസമയത്ത് ഈ കുഴിമാടത്തിൽ ഈ തെങ്ങ് വെക്കുന്ന ഒരു സമ്പ്രദായം എല്ലാ സ്ഥലത്തും നിലനിൽക്കുന്ന ഒരു
കാര്യമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു തെങ്ങ് വെക്കണമെന്ന് പറയുകയും അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഗുരു അത് വെട്ടി നിരത്തി ഇടണം, അതിനൊരു അടയാളവും കാണാൻ പാടില്ല എന്ന് പറഞ്ഞതായിട്ട് ഒരു അറിവുണ്ട്. അതിനെക്കുറിച്ച് ചന്ദ്രബാബുവിന് എന്താണ് പറയാനുള്ളത്? അതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ പരമ്പര എന്ന് പറഞ്ഞാൽ ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു പരമ്പരയാണ്. അപ്പോൾ ഗുരു അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു അടയാളം വെച്ച് കഴിഞ്ഞാൽ നാളെ മറ്റുള്ള ആചാര്യന്മാർ വന്നപ്പോൾ അവരൊരു വേലി കെട്ടി ബഹുദൈവ ആരാധനാ സ്വഭാവത്തിൽ കൊണ്ടുപോയതുപോലെ ഇതിൽ വരരുതൊരിക്കലും. അത് ശിഷ്യമാകാം, ശിഷ്യ ഗണങ്ങളാകാം, അങ്ങനെ പോലും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ആ മതത്തെ നിന്ദിച്ച് പറയണമല്ല, ഉദാഹരണം പറയണമെന്ന് വെച്ചാൽ ക്രിസ്തു മതത്തിൽ തന്നെ എന്താ പറയുക, പരിശുദ്ധാത്മാവ്, പിന്നെ മാതാവ്, പിതാവ്, ഇങ്ങനെയുള്ള ഒരുപാട് ആരാധന സമ്പ്രദായങ്ങൾ വന്നിട്ടുണ്ട് നിലവിൽ. അതെല്ലാം യേശു ക്രിസ്തു ആഗ്രഹിച്ചതാണോ എന്ന് ചോദിച്ചാൽ നമുക്കത് അങ്ങനെ പറയാൻ കഴിയില്ല. പക്ഷേ ഗുരു അതിനെയെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ട് അങ്ങനെ പോലും വരരുത് എന്ന് ഗുരു വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ നമ്മളൊരു ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു പരമ്പരയാണ്. നമ്മൾ ആരാധിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ബ്രഹ്മേച്ഛ പ്രകാരം ഗുരുവിൻ്റെ നാമത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അല്ലേ? അതിന് ഗുരു ഓങ്കാരം, താമരയിൽ ഓങ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഗുരുവിനെയാണ് നമ്മൾ സ്മരിച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നാളെ ഒരിക്കൽ ഇത് അടുത്തൊരു തലമുറ, ഒരു 3-4 തലമുറ കഴിയുമ്പോൾ, ഇപ്പം തന്നെ നമ്മുടെ പരമ്പരയിൽ ഒരുപാട് തെറ്റിൻ്റെ സൂചനകളുണ്ട്. ശിഷ്യന്മാരെ ആരാധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ശിഷ്യനെ പൂജിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ശിഷ്യനെ നമസ്കരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഗുരു ഇച്ഛിച്ചതിൽ നിന്ന് വിഭിന്നമായിട്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നാളെ ഒരിക്കൽ അമ്മയെ ആരാധിക്കുന്നൊരു സ്വഭാവത്തിലേക്ക്, അല്ലെങ്കിൽ അമ്മയെ പൂജിക്കുന്നൊരു സ്വഭാവത്തിലേക്ക് വരരുത്. അമ്മയെപ്പോലും, അമ്മയ്ക്ക് അമ്മയുടെ പ്രാധാന്യമുണ്ട്. എന്നുവെച്ചാൽ ഒരു ആചാര്യന് ജന്മം നൽകിയ ആ ഒരു മാതൃത്വം എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. അതിപ്പോൾ ഏത് ആചാര്യന് ജന്മം നൽകിയവരായാലും. പക്ഷേ അതിനെ ഒരു വിശ്വാസ സമൂഹം ആരാധിക്കുകയോ അതിനെ പൂജിക്കുകയോ ചെയ്യുന്നത് തെറ്റാണെന്ന് ഗുരു വളരെ ഇതായിട്ട് കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു അടയാളം പോലും അവിടെ വരേണ്ടെന്ന് പറഞ്ഞത്. കാരണം ഇന്ന് ഗുരു വേണ്ടെന്ന് പറഞ്ഞാലും നാളെ ഇതൊരു ശിഷ്യ സമൂഹം വന്നു കഴിയുമ്പോൾ അവർ ഈ ഓവർ ഭക്തി കാണിച്ചിട്ട് അവിടെയൊക്കെ ചിലപ്പോൾ ഇതൊക്കെ സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് ഗുരു അതിനെ എന്താ പറയുക, പാടെ നിഷേധിച്ചതുകൊണ്ടാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. അതിന് ഒരിടത്തും ഒരടയാളവും ഗുരു വെപ്പിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ അതാണ് എനിക്ക് അതിൽ പറയാനുള്ളത്. അതായത് നമ്മുടെ പരമ്പര എക്കാലത്തും ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിരിക്കണം. അതല്ലേ ഗുരു പറഞ്ഞിരിക്കുന്നത്. യുഗധർമ്മം അനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. നമ്മൾ കൽപ്പാന്ത കാലത്തോളം ഗുരുവിൻ്റെ ഒരു കാലയളവെന്ന് പറഞ്ഞാൽ കൽപ്പാന്ത കാലം വരെയാണ് പറഞ്ഞിരിക്കുന്നത് ഗുരു. ഇപ്പോൾ ഓരോ ഗുരുക്കന്മാരുടെ കാലയളവ് പറഞ്ഞിട്ടില്ല. യേശു ക്രിസ്തുവിന് 2000 വർഷം, പിന്നെ നബി തിരുമേനിക്ക് 1500 വർഷം, അങ്ങനെ ഓരോ കാലഘട്ടത്തിനും ഒരേ ഇതുണ്ട്. ഈ യുഗത്തിൽ, കലിയുഗത്തിൽ കൽപ്പാന്ത കാലം വരെ എന്ന് പറഞ്ഞാൽ ഗുരുവിനെ ആണ് നമ്മൾ പൂജിച്ച് നമസ്കരിച്ച് പ്രാർത്ഥിച്ച് പോകേണ്ടതെന്നുള്ളതാണ് ഗുരുവിൻ പറഞ്ഞിരിക്കുന്ന ഒരു അറിവ്. അതാണ് ഇതിലേക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനി പറയാനുള്ളത് നമ്മുടെ ദർശന സ്വഭാവവും അത് നമുക്ക് ഗുരു കാണിച്ചു തന്നതും പറഞ്ഞു കേട്ടതും ആ അറിവുകളെ പറ്റിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ആദ്യകാലം മുതൽ തന്നെ ഗുരു അത് ദർശനമുള്ളവരും പറഞ്ഞിട്ടുണ്ട്, സ്വയമേവ ഗുരു ഒന്നുമേ പറയാൻ ആഗ്രഹിച്ചിട്ടില്ല. ബ്രഹ്മത്തിൽ നിന്നും അറിവിപ്പ് കിട്ടുന്നോ അതാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ എല്ലാം അറിയാതെ ഇരുന്നിട്ട് തന്നെ ഗുരു സ്വയമായിട്ട് ഇന്നത് ചെയ്യൂ, ഇന്നതാണ് കിട്ടിയതെന്ന് ഒരുപാട് കാര്യങ്ങൾ, ചില കാര്യങ്ങൾ ഗുരു സ്വയം പറഞ്ഞതുകൊണ്ട്, എന്നാലും കൂടുതലും ശിഷ്യർ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ കൂടെ നിൽക്കുന്ന ദർശനമുള്ള ശിഷ്യഗണങ്ങളോട് ഗുരു ചെന്ന് പ്രാർത്ഥിച്ച് നോക്കിയിട്ട് വാ അതിന് എന്ന് പറഞ്ഞ് അതിനുശേഷം വന്ന് ഗുരുവിനോട് പറഞ്ഞ് ഗുരു അതിനെയാണ് എടുത്ത് പറയാറുള്ളത്. അപ്പോൾ ഇതെന്തിന് ഇത്രയും പറഞ്ഞെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ നവഗുരുവിൻ്റെ ദർശന രീതിയും ഗുരുവായിട്ട് ചമഞ്ഞിരിക്കുകയാണല്ലോ. ഗുരു എന്ന് പറഞ്ഞാണല്ലോ ഇവിടെ ചമഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ദർശന രീതിയും ഗുരു പറഞ്ഞു കൊടുത്ത് ചെയ്ത രീതി, ഇത് രണ്ടും ഇപ്പോഴേ പരമ്പരയിൽ നിന്ന് ആരും കുറച്ചുപേരൊക്കെ പോയെങ്കിലും പഴയ ആൾക്കാർ ഗുരുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സമകാലികരിന്നും നിലവിലുണ്ടല്ലോ. അപ്പോൾ അത് തമ്മിൽ ഉള്ള ഒരു യോജിപ്പില്ലായ്മ തന്നെയാണ് തോന്നുന്നത്. അതിനെക്കുറിച്ച് ചന്ദ്രബാബുവിന് എന്താണ് പറയാൻ? അല്ല, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഗുരു ശരത്തോടെ ഇരുന്നപ്പോൾ ഗുരു 2 രീതിയിലാണ് കാര്യങ്ങൾ ക്ലിയർ ചെയ്തിരുന്നത്.
ഒന്നെന്ന് പറഞ്ഞാൽ ഗുരു ഈ യുഗധർമ്മത്തെക്കുറിച്ചും ഈ പിന്നെ യുഗത്തിൽ വന്ന തെറ്റിനെക്കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ ഗുരുവാണികളിലൂടെ പ്രബോധനം ചെയ്തു എല്ലാവർക്കും, ശിക്ഷഗണങ്ങൾക്ക്. അന്നുള്ള ശിക്ഷഗണങ്ങൾ ഒരുപാട് പേർക്ക് അറിവുള്ളവരുണ്ട്, അറിവില്ലാത്തവരുമുണ്ട്. അപ്പോൾ എടുത്ത രീതികളിലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഗുരു ഈ പറഞ്ഞതെന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് ആൾക്കാർ ചോദിക്കുന്ന കാര്യങ്ങളും പ്രസ്ഥാനത്തിൻ്റെ ഓരോ കാര്യങ്ങളും വരുമ്പോഴാണ് ഗുരു നോക്കിയിട്ട് പറയാൻ പറയുന്നത്. എങ്ങനെ? ഗുരു നേരിട്ട് പറയാതെ ഗുരുവിൻ്റെ ശിഷ്യഗണങ്ങളെ ഒരു ട്രെയിനിങ് കൂടിയാണത്. എന്നുവെച്ചാൽ ഗുരു ശരത്തോടെ ഇരുന്നാലും ഇല്ലെങ്കിലും ബ്രഹ്മപ്രകാശത്തിനോട് എന്ന് വെച്ചാൽ ഗുരുവിൻ്റെ പ്രകാശത്തിനോട് ചോദിച്ച് ആത്മരൂപത്തിനോട് ചോദിച്ചിട്ട് അവിടെ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ വെച്ച് നിസ്വാർത്ഥമായിട്ട് നോക്കണം നമ്മൾ. ഇപ്പോൾ ഗുരുവിനെ പ്രാർത്ഥിച്ച് നമസ്കരിച്ച് പോയി നോക്കി ഇതിലെന്താണോ ശരി തെറ്റ് എന്ന് നോക്കി കഴിയുമ്പോൾ അവർക്ക് അതിൻ്റെ ഉത്തരം കിട്ടും. അത് ചിലപ്പോൾ സിംബോളിക്കായിരിക്കാം, ചിലപ്പോൾ നമ്മളിപ്പോൾ സ്വപ്നം കാണുന്ന പോലെ ആയിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ അതിന് സാദൃശ്യമായ പോസിറ്റീവുള്ള കാര്യങ്ങൾ ഗുരുവിൻ്റെ സമക്ഷത്തിൽ വെച്ചാണ് പിന്നെ ഇത് പറയുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു കാര്യം ചെന്ന് ചോദിക്കുകയും ഗുരു എനിക്കൊരു വീട് വെക്കണമെന്ന് ചോദിക്കുമ്പോൾ അത് അടുത്ത് നിൽക്കുന്ന ശിഷ്യനോടോ ശിഷ്യയോടോ പറയും, നോക്കിയിട്ട് വരാൻ പറയും. നോക്കിയിട്ട് വരുമ്പോൾ അവർ പോയി നോക്കി അത് ഗുരുവിനോട് പറയുമ്പോൾ അവർ പറയുന്നതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അന്ന് ഗുരു ഇടപെട്ട് അതങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞു തരികയാണ്. കാരണം അത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അങ്ങനെ ഒരു കാര്യം ശീലിപ്പിക്കുക പരമ്പരയിൽ. എങ്ങനെ? കാഴ്ചയുള്ളവർ ഞാൻ എക്കാലത്തും ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് ഗുരുവിൻ്റെ ഗുരുവാണി തന്നെ ഉണ്ടല്ലോ, എക്കാലത്തും ഈ പരമ്പരയിലെ ആത്മീയ അനുഭൂതിയുള്ളൊരു ഗുരു ഉണ്ടായിരിക്കും. അപ്പം ആ ഗുരു എന്ന് പറയുന്നത് ഈ വന്നിരിക്കുന്ന ഈ ആശയവും പരമ്പരയും കൊണ്ടുവന്നിരിക്കുന്ന ബ്രഹ്മശ്രീ കരുണാകര ഗുരുവാണ്. അതെ, അത് തെറ്റായിട്ട് പലരും ഇപ്പോൾ വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്നാൽ കൂടി അങ്ങനെ ഗുരു ഒരു ട്രെയിനിങ് കൊടുക്കുകയാണ്, ഇങ്ങനെ ചോദിച്ച് വേണം ഇനി പരമ്പര കൽപ്പാന്ത കാലത്തോളം പോകാനെന്നുള്ളത്. അപ്പം അങ്ങനെ പോകുമ്പോൾ ഈ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് അന്ന് ഗുരു ഇതേപോലെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം തെറ്റായ ഒരു പിന്തുടർച്ചയാണ് വന്നത്. ഗുരു പറഞ്ഞ ഗുരുവാണികളോ ഗുരു പറഞ്ഞ വൈരകളോ ഒന്നും പാലിക്കാത്ത ഒരു ശിഷ്യക്ക് ഒരു ദുർബുദ്ധി തോന്നി ഈ അധികാരം പിടിച്ചെടുത്തിട്ട്, അതാണ് ഇപ്പൊ പറഞ്ഞ നവഗുരു എന്ന് പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തന്നെയല്ലേ? അപ്പൊ ആ നവഗുരുവിനെന്ന് പറഞ്ഞാൽ ആദ്യകാലത്ത് കുറെ ആൾക്കാരെ വെച്ച് ഇതേപോലെ പറയിപ്പിച്ച്, എങ്ങനെ ഗുരുസ്ഥാനത്തേക്ക് അവരെ എത്തിക്കാൻ വേണ്ടി കപട ദർശനങ്ങൾ പറയിപ്പിച്ച് പറഞ്ഞു ഇതിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ആരെന്ത് വന്ന് ചോദിച്ചാലും ആദ്യകാലത്തെന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതൊക്കെ തെറ്റായി. എന്നുവെച്ചാൽ കാപട്യം ഇതിൽ ഗുരു പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കപടതയോ സ്വാർത്ഥതയോ കലർത്തിക്കഴിഞ്ഞാൽ ഈ ദർശനം എന്ന് പറയുന്ന സത്യം പിന്നെ കിട്ടത്തില്ല, കപട ദർശനങ്ങൾ വന്നു കഴിഞ്ഞാൽ. അപ്പം അങ്ങനെ വന്ന് പിന്നെ അധികാരത്തിനും ആ ഒരു സ്വത്തിനും സുഖലോലുപതക്കും ലൗകിക സുഖങ്ങൾക്കും വേണ്ടി ഇവർ പോയപ്പോൾ ഇവരുടെ എല്ലാം നഷ്ടപ്പെട്ട് പിന്നെ അതിനൊരു പ്രസക്തി ഇല്ലാതെ ഇപ്പം ഈ പറഞ്ഞ സ്ഥാനത്ത് ഗുരു കാണിച്ചതിന് വിപരീതമായുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത്. ഇവരെന്താ ചെയ്യുന്നത്? ആരെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വിവാഹം ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പറയും. ഏതെങ്കിലും പെൺകുട്ടീനെ കാണിച്ചിട്ടായിരിക്കുമല്ലോ ചോദിക്കുന്നത്, എഴുതി കൊടുത്തിട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ ആലോചിച്ച് ചെയ്യും. ഇപ്പോൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ എന്താ പറയണം, നല്ല ഡോക്ടറെ പോയി കാണണം. ഇതൊക്കെ ഈ ചോദിക്കുന്നവർക്കും സ്വല്പം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതാ പറഞ്ഞത്. ചോദിച്ചാന്ന് ചോദിച്ചാൽ ചോദിച്ചു, ഉത്തരം കിട്ടിയാന്ന് ചോദിച്ചാൽ ഇല്ല, വട്ടപ്പൂജ. മനസ്സിലായോ? കാരണം ഇവർ പറഞ്ഞത് പലയിടത്തും പിഴച്ചുപോയി. എങ്ങനെ പറഞ്ഞിരിക്കുന്ന ദർശനങ്ങളെല്ലാം എന്ന് വെച്ചാൽ 100ൽ 99% കാര്യങ്ങളും റോങ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ വിമർശനം വന്നപ്പോൾ ഇപ്പം തന്നെ ഇവർ ഒരുപാട് വിവാഹങ്ങൾ നടത്തി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ആലോചിച്ചിട്ട് 10-40 പരം വിവാഹങ്ങൾ ഡൈവേഴ്സിലാണ്. എങ്ങനെ? അപ്പോൾ നമ്മൾ വിചാരിക്കും വർഷങ്ങളോളം ഇരുന്നിട്ടാണ്. പിന്നെ ഇവർ വേറൊരു കാര്യം കൂടി ചെയ്തു. ഇവർ ചെയ്തത് തെറ്റായി വന്നപ്പോൾ ഗുരു വിവാഹം നടത്തി കൊടുത്തിട്ടുണ്ടല്ലോ പലർക്കും. അവരുടെ കുടുംബത്തിൽ കുടുംബകലങ്ങൾ ഉണ്ടാക്കിയിട്ട് ഭാര്യനെ വേറെ ഭർത്താവിനെ വേറെ ആക്കുന്ന രീതിയിലേക്കുള്ള ഇടപെടൽ ഇവർ നടത്തിയിട്ടുണ്ട്. പക്ഷേ അപ്പോൾ ചോദിക്കുമ്പോൾ പറയുന്നത് എന്താണ്? ഞാൻ നടത്തിയ വിവാഹം മാത്രമല്ല, ദേ ഗുരു നടത്തിയ വിവാഹങ്ങളും വഴിതെറ്റി പോയിട്ടുണ്ടെന്ന് പറഞ്ഞ് കാണിക്കാൻ വേണ്ടിയാണ്. മനസ്സിലായി? അവരുടെ ജീവിതത്തിൽ ഇല്ലാത്ത കഥകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഒട്ടനവധിയുണ്ട്. അതിന് തന്നെ ഉദാഹരണങ്ങളാണ് ഈ ശ്രീമതി ആൻറ്റി എന്ന് പറയുന്ന നമ്മുടെ എന്താ പറയുക, അതിൽ കുറേ വൈരാഗ്യങ്ങളും ഉണ്ട്. അതവർക്ക് മനസ്സിലാകുന്നില്ല. ഇത് സംഭവിക്കണമെന്ന് പറഞ്ഞാൽ ഒരു വിവാഹം ആൾക്കാർ ഇവർ കയ്യിൽ വെക്കും. ആരാ? ഒന്നീ ഭാര്യനെ അല്ലെങ്കിൽ ഭർത്താവിന്. എന്നിട്ട് അവരെ വെച്ചും അവരെ കുടുംബത്തെ വെച്ചുമാണ് ഈ പറഞ്ഞ ഡൈവേഴ്സ് കൊടുക്കുകയും. പക്ഷേ അതിൽ സംഭവിക്കണത് എന്താണെന്നറിയോ? ഞാൻ മനസ്സിലാക്കിയത്, ഒരൊറ്റ കുടുംബങ്ങളെങ്കിലും ഇവരെയും കൂടി അതിൽ സാക്ഷിയോ പ്രതിയോ ആക്കി കഴിഞ്ഞാൽ ഈ പ്രവണത അവിടെ നിൽക്കുമായിരുന്നു. മനസ്സിലായി? കുടുംബ ബന്ധങ്ങൾ വെച്ചുള്ള ഈ ഒരു കളിയുണ്ടല്ലോ, ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഇപ്പോൾ. മനസ്സിലായി? എന്നിട്ട് ഈ എന്താ പറയുക, ഇങ്ങനെ കുറേ എന്നിട്ട് ഒരു വിഭാഗത്തിൻ്റെ കൂടെ നിന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് കല്യാണം നടത്തുമ്പോഴും കാശ് മേടിക്കും,
ഇത് ഇടപെട്ട് ഇത് ബന്ധം വേർപെടുത്തുമ്പോഴും അതിൻ്റെ ഒരു വിഹിതം മേടിക്കും. മനസ്സിലായി? അപ്പം ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ഈ ഗുരു എല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോയതാണ്. പക്ഷെ ഇവർ വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവർക്കൊന്നും പറയാനില്ല ഇപ്പം. മനസ്സിലായി? ഗുരുവിൻ്റെ ആ സിസ്റ്റം ഫോളോ ചെയ്തായിരുന്നെങ്കിലല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഗുരു കൊണ്ടുവന്ന പോലെ ഒരാളോട് നോക്കി പറയാനുള്ള അങ്ങനെ ഒരു സംവിധാനം ഇപ്പം ഇല്ല. അങ്ങനെ നോക്കി പറഞ്ഞാൽ തന്നെ അതിൽ ഇവർക്ക് വിശ്വാസവും ഇല്ല ഇങ്ങനെ പറയുന്നതിൽ. അത് തിരുത്തി കൊടുക്കുക. ഇപ്പം ഒരു ശിഷ്യനെ വിളിച്ചിരുത്തിയിട്ട് നോക്കിയിട്ട് പറയുമെന്ന് പറയുമ്പോൾ അതിലെന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അവർക്കിപ്പോൾ തോന്നണമായിരിക്കും വന്ന് പറയുമ്പോൾ അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയാനുള്ള ഇത് വേണ്ടേ. ഗുരുവിൻ്റെ എന്ന് പറഞ്ഞാൽ ഗുരു ആ സിസ്റ്റം കൊണ്ടുവന്നതെന്ന് വെച്ചാൽ ഗുരു ശരീരത്തോടെ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഫോളോ ചെയ്യാൻ വേണ്ടിയാണ്. അതിനെയാണ് ഇവർ കപട ദർശനങ്ങളിലൂടെ നശിപ്പിച്ചു കളഞ്ഞത്. മനസ്സിലായി? ഈ അമൃതാചാര്യനെ നശിപ്പിക്കാൻ തുടങ്ങി വെച്ചത് ഈ ഗുരുരത്നം എന്ന് പറഞ്ഞവൻ പൂർത്തിയാക്കി. അതെ. പക്ഷെ വേറെ കാര്യമുണ്ട്, ഗുരു തന്നെ പല ഗുരുവാണികളും പറഞ്ഞിട്ടുണ്ട്, അതാണ് നമ്മുടെ ഏറ്റവും വലിയ ബലം. കാരണം ഈ പ്രസ്ഥാനത്തെയോ പരമ്പരയോ ആർക്കും നശിപ്പിക്കാൻ പറ്റത്തില്ല, ആശയത്തെയും. പക്ഷേ കുറച്ച് നാൾ വന്ന് ഇങ്ങനെ കള്ളത്തരമൊക്കെ കാണിച്ച് കുറേ കടിച്ചു മാറ്റാം ചെയ്യും, ഇല്ലേ? അത് ഗുരുവാണിയിൽ ശ്രമിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് അത് നമ്മുടെ ഗുരുവാണി വോളിയം 2-ലെ ഏത് ഗുരുവാണിയാണെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. അതിൽ ഗുരു പറഞ്ഞു കുറെ കൊള്ളക്കാർ വരും, കുറെ കള്ളന്മാർ വരും, അവരൊക്കെ വന്ന് കുഴച്ച് മറിച്ചിട്ട് നോക്കും, പക്ഷേ നടക്കില്ല. അത് പിന്നീട് അത് കറക്റ്റായിട്ട് വരും. അതിൻ്റെ ഒരു ഉദാഹരണമല്ലേ ഇപ്പം ഇവർ എല്ലാം നശിപ്പിക്കാൻ ശ്രമിച്ചു. സ്ഥാപനവും ജംഗമവും പിന്നെ അതിൻ്റെ ഗുരുവിൻ്റെ ആശയവും പ്രസ്ഥാനവും പരമ്പരയും എല്ലാം നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഒരുപാട് ഗുരുഭക്തർ ഇപ്പോൾ ഇതിനെതിരെ ചെറുത്ത് നിൽക്കുന്ന രീതിയിൽ ഗുരുവിൻ്റെ ആശയം തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിച്ച് കർമ്മം ചെയ്ത് പ്രവർത്തിക്കുന്നില്ലേ? നമ്മളെപ്പോലെ തന്നെ. നമ്മൾ മാത്രമല്ല, അതുകൊണ്ട് തീർച്ചയായും വ്യക്തിപരമായിട്ടും സംഘങ്ങളായിട്ടും സംഘടനകളായിട്ടും ഒരുപാട് ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ട്. അത് ഉയർച്ച താഴ്ചകൾ ചിലപ്പോൾ ഉണ്ടാകാം. അത് നമ്മൾ വിമർശിക്കാൻ നമ്മളാളല്ല. അത് വിമർശിക്കുകയും വേണ്ട, നമ്മൾ വിമർശിക്കുകയും വേണ്ട. എവർ ഉദ്ദേശിക്കുന്ന രീതി അല്ല എന്നുള്ളത് അവരിതുവരെ മനസ്സിലാക്കിയിട്ടുമില്ല. ആര്? ഈ അമൃതജന്യം ഈ ഗുരുരത്നം സ്വാമിയൊന്നും ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. നമ്മൾ എത്ര ചില സ്വാഭാവികമായ ചില കാരണങ്ങളും കാര്യങ്ങളും കൊണ്ട് ഭിന്നിച്ച് നിന്നാലും ഗുരുവിന്റെ ഒരു കാര്യത്തിന് വേണ്ടി നമ്മുടെ ലക്ഷ്യം ഒന്നാണ്. തീർച്ചയായിട്ടും നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, നമ്മുടെ എന്ന് പറയുന്ന ഈ വെളിയിൽ നിൽക്കുന്ന സകലമാനമായ ആൾക്കാരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളെ ഗുരുവിന്റെ ആശയവും ഗുരു ഇച്ഛിച്ച രീതിയിലുള്ള ഭരണ സംവിധാനവും എല്ലാ സകല കാര്യങ്ങളും എല്ലാം ഗുരു ഇച്ഛിച്ച രീതിയിൽ കൊണ്ടുവരണം. അല്ലാതെ അവിടെ ഒന്ന് സ്ഥാപിക്കാനോ ഒന്നുമല്ല. വരും തലമുറയ്ക്ക് നല്ല രീതിയിൽ ഗുരു ഇച്ഛിച്ച രീതിയിലുള്ളത് നമ്മളെ കൊണ്ട് കഴിയുന്നത്ര നമ്മൾ പകർന്നു നൽകണം എന്നുള്ള ഉച്ചയാണ്. ഇവർക്ക് ഇതറിയില്ല. നമ്മൾ എത്ര മാറി നിന്നാലും എങ്ങനെ നിന്നാലും ഒരു കാര്യമെന്ന് വരുമ്പോൾ നമ്മളെല്ലാം ഒന്നാണ്. തീർച്ചയായിട്ടും ഒരു സാഹചര്യം ആ നിമിഷത്തിൽ സകലരും വന്ന് ഒന്നായി ചേരും. അങ്ങനെ ഒരു പ്രാർത്ഥന കൂടി, അങ്ങനെ പ്രാർത്ഥനയും ഉണ്ട്. അങ്ങനെ ആരുടെ മനസ്സിലും സ്വകാര്യമായിട്ടുള്ള ഒരു വ്യക്തി വൈരാഗ്യമോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതും കൂടെ പരമ്പരയും ഈ ആൾക്കാരും ഈ ഭരണസമിതിയിലിരിക്കുന്ന ഈ ഭരണാധികാരികളും അറിഞ്ഞിരിക്കേണ്ടത് ഒരു വളരെ നല്ല കാര്യമാണ്. തീർച്ചയായിട്ടും. പിന്നെ എനിക്ക് ഈ പറഞ്ഞതിൽ പറയാനുള്ളത്, ദർശനത്തിന്റെ കാര്യത്തിൽ പറയാനുള്ളത്, ഗുരു നമ്മുടെ ആദ്യം പറഞ്ഞതുപോലെ കുറെ കൊള്ളക്കാരും ഇതൊക്കെ വരുമെന്ന് പറഞ്ഞതുപോലെ പറയാനുള്ളത്, ഗുരു ഒരു കാര്യത്തെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒരു ചിന്ത പോലും, ദർശന സ്വഭാവത്തിനകത്ത് തെറ്റായ ഒരു ചിന്ത വന്നാൽ പോലും ദർശനം നഷ്ടപ്പെട്ടു പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് പറയുമ്പോൾ ചന്ദ്രബാബു പറഞ്ഞ ഇത്രയും കാര്യം ഉണ്ടെങ്കിൽ പിന്നെ ദർശനം ഉണ്ടാകുമെന്ന് പറയാൻ നമുക്ക് അല്ലെങ്കിലും മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വിമർശിക്കുന്നതായിട്ട് ഞാൻ അറിയുന്നുണ്ട്. സതീണ്ണ അത് ചോദിച്ചില്ല എന്ന് വെച്ചാൽ നിങ്ങൾ ഇവരുടെ ഈ കുറ്റങ്ങളും കുറവുകളും മാത്രമാണല്ലോ പറയുന്നതെന്ന്. അതെ 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 മനസ്സിലായില്ലേ? അതെ. പക്ഷേ ഈ കുറ്റങ്ങളും കുറവുകളും നമ്മൾ എന്താ പറയുന്നത്? എന്നെ സംബന്ധിച്ച് പറയുന്നത് ഇത് കുറ്റവും കുറവും അല്ല ഞാൻ പറയുന്നത്. അതുപോലെ നമ്മളെ പോലെയുള്ള ആൾക്കാർ പറയുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? സത്യമാണ് പറയുന്നത്. മനസ്സിലായോ? ഇപ്പോൾ ഗുരുവിൻ്റെ ആശയത്തെ നശിപ്പിച്ചില്ലേ? ഗുരുസ്ഥാനത്തെ മോഹിച്ചിട്ട് ഗുരുവിൻ്റെ ആ ഒരു എന്താ പറയുക എല്ലാ കാര്യങ്ങളും അപ്രസ്തകമാക്കുന്നില്ലേ? ഗുരുവാണികളെ മറച്ചു വെക്കുന്നില്ലേ? ഒരുപാട് ഗുരുവിശ്വാസികളെ ഇവർ തല്ലി ഓടിച്ചിട്ടില്ലേ? ഒരുപാട് ആൾക്കാരെ മരുന്ന് കൊടുത്ത് എന്താ പറയുക അപായപ്പെടുത്തിയിട്ടില്ലേ? ഒരുപാട് പേരെ കള്ളക്കേസ് കുടുക്കിയിട്ടില്ലേ? ഒരുപാട് കുടുംബങ്ങൾ തകർത്തിട്ടില്ലേ? എന്തിനു വേണ്ടിയാണ്? ഇതൊക്കെ സത്യമല്ലേ? ആണോ? പിന്നെ ഒരുപാട് പ്രോപ്പർട്ടികൾ ഗുരുവിൻ്റെ വിറ്റ് നശിപ്പിച്ചു. ഒരുപാട് ഗുരുവിൻ്റെ സ്ഥാപനങ്ങളെ എന്താ പറയുക കടക്കണിയിലാക്കി. അതിൽ ഗുരു എന്തിനു വേണ്ടിയാണ് ഈ സ്ഥാപനങ്ങളെല്ലാം തുടങ്ങിയത്?
ഗുരു ഓരോ സ്ഥാപനങ്ങൾ തുടങ്ങിയത് ആ സ്ഥാപനങ്ങളിലൂടെ നമ്മളുണ്ടാക്കുന്ന പ്രോഡക്റ്റ് അത് പരിശുദ്ധമായിട്ട് ജനങ്ങളിൽ പ്രാർത്ഥനാ നിർബലമായി എത്തിക്കഴിയുമ്പോൾ അത് അവർ ഉപയോഗിക്കുമ്പോൾ അവർക്കൊരു നന്മയുണ്ടാകണം ലോകത്തിന് അവർ ഇതിലൂടെ. അതുകൂടാതെ തന്നെ നമ്മുടെ ഗുരുവിൻ്റെ ആശയത്തിൽ വിശ്വസിച്ച് നിൽക്കുന്ന ആ ആൾക്കാർക്ക്, ഭക്തർക്ക്, ശിഷ്യർക്ക് അവർക്കൊരു ജോലി, ഒരു അടിമത്തമില്ലാതെ ജോലി ചെയ്യാൻ പറ്റണം. ഇന്ന് ഗുരുവിൻ്റെ പ്രസ്ഥാനത്തെ എല്ലാം ഹൈജാക്ക് ചെയ്തുകൊണ്ട് ഗുരുവിൻ്റെ സ്ഥാപനങ്ങളിൽ ഇവർക്ക് കൊഴുവത്ത് നടത്തുന്ന അല്ലാത്ത ആൾക്കാരെ, ഗുരുവിന് വേണ്ടി വില ചെയ്യുന്നവരെയൊക്കെ ഇവർ അടിച്ചൊതുക്കുകയല്ലേ ചെയ്യുന്നത്. ഓരോ സ്ഥാപനങ്ങളുടെ അവസ്ഥകൾ, നമ്മുടെ ഓരോ വ്യവസായ സ്ഥാപനങ്ങളുടെ അവസ്ഥകൾ കാണണം. ഗുരുവിൻ്റെ എന്തിനാണ് അധികം പറയുന്നത്? നമ്മൾ ഗുരുവിൻ്റെ ആ പണ്ട് വന്ന് പൂലന്തറ ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് ആ ചെറിയൊരു റോട്ടിലൂടെ അല്ലേ പോകുന്നത് നമ്മൾ ആശ്രമത്തിൽ. ഇന്ന് വലിയ എൻട്രൻസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതൊക്കെ കാടും പിടിച്ച് കിടപ്പുണ്ട്. ആ എൻട്രൻസിൽ ഇറങ്ങുമ്പോൾ ഗുരുവിന് 50 സെൻറ്റ് സ്ഥലം ദാനം നൽകിയ ഗംഗാധരൻ മുതലാളിയിൽ നിന്നൊക്കെ മേടിച്ച പ്രോപ്പർട്ടി ഉണ്ടല്ലോ. ആ പ്രോപ്പർട്ടിയിൽ നിന്നൊരു സർക്കാർ സംവിധാനത്തോടുകൂടി, സർക്കാർ ധനസഹായത്തോടുകൂടി ഒരു ടേക്ക് എ ബ്രേക്ക് നിർമ്മിച്ചിട്ടുണ്ട്. പാലോട് രവി MLA ആയിരുന്നപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ശാന്തിഗിരി ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്ററിന് വേണ്ടി 3 കോടി രൂപ അനുവദിച്ചു. അതുകൂടാതെ 1,65,00,000 രൂപ കൈപ്പറ്റിയും കൂടി ചെയ്തു. കൺവെൻഷൻ സെൻറ്ററില്ല, സർക്കാരിൽ നിന്ന് മേടിച്ച ഫണ്ടാണ്, നമ്മുടെയൊക്കെ നികുതി പണം കൊണ്ട്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ടേക്ക് എ ബ്രേക്ക് നിർമ്മിച്ചു. എന്ന് വെച്ചാൽ നമുക്ക് കണ്ട സങ്കടം തോന്നും. അതിൻ്റെ നിലപാട് അതിനൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്, മനസ്സിലായേ? കാരണം വെച്ചാൽ കാട് പിടിച്ച് വൃത്തികേടായിട്ട് കിടക്കുകയാണ്, ആഭാസ കേന്ദ്രമാക്കാൻ പറ്റിയൊരു സംവിധാനത്തിൽ കിടക്കുകയും, മനസ്സിലായ? ഇതൊന്നും ചെയ്യാതെയാണ് ലോകം മൊത്തം ഗുരുവിൻ്റെ 100ാമത് ജയന്തിയും 100ാമത് ശതാബ്ദിയും ഇവരാഘോഷിക്കാൻ പോകണം. ജനനന്മയ്ക്ക് വേണ്ടി ഗുരു കൊണ്ടുപോകുന്ന ആശയങ്ങളെയും പ്രസ്ഥാനത്തെയും സ്വാർത്ഥ താല്പര്യപരമായിട്ടാണ് ഇവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ പറയുന്നത്, മനസ്സിലായ? ഗുരുവിൻ്റെ അല്ല, ഞാൻ ഒന്നുകൂടി പറഞ്ഞോട്ടെ, ഗുരുവിൻ്റെ നന്മ എങ്ങനെ പകരണമെന്നുള്ളത് ഗുരുവിൻ്റെ 100ാമത്തെ ജയന്തിക്ക് നമ്മുടെ സംഘടന നമ്മൾ അതിൻ്റെ ആലോചന തുടങ്ങിയിട്ടില്ലേ? തീർച്ചയായിട്ടും ജനോപകാരപ്രദമായിട്ട് എന്തെല്ലാം ചെയ്യണമെന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുക്കും. നമ്മൾ ഇന്നലെ വന്ന സംഘടനയാണ്, ശൈശവാവസ്ഥയിലാണ്, അംഗങ്ങൾ കുറവാണ്. പക്ഷെ നമ്മൾ ചെയ്യാൻ പോകുന്ന പദ്ധതിയുടെ 10,000 ഇരട്ടി ഇവർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ചെയ്യൂല. ഇവരെല്ലാം കാപഢ്യത്തിലൂടെ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിശദവിവരങ്ങൾ നമ്മൾ പറയണ്ടേ? പൊതുജന നമ്മളെ ധരിപ്പിക്കണ്ടേ? തീർച്ചയായിട്ടും. ഇത് പറയുമ്പോൾ ചന്ദ്രബാബു ഇത് പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് ഓർമ്മ വന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഗുരു അവിടെ ഉണ്ടായിരുന്ന, അതായത് ഗുരുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പലരും, നമുക്കറിയാം ആദ്യ കാലങ്ങളിലെ പലരും എനിക്കെന്ന് പറഞ്ഞൊന്നും നോക്കാതെ ഒരുപാട് കാര്യങ്ങൾ തീർച്ചയായിട്ടും ഗുരുവിനല്ല ആശ്രമത്തിന് വേണ്ടി, ഗുരുവിനെന്ന് പറയാൻ പറ്റില്ല, പരമ്പരയും ആശയവും നിലനിൽക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ എന്തെങ്കിലും ചെയ്യണമെന്ന് ഗുരുവിന് അതിയായ, ഞാൻ പറഞ്ഞു കേട്ടതാണ്, ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ചെയ്യാൻ വേണ്ടിയുള്ള പല പദ്ധതികളും ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ എല്ലാം നിർഭാഗ്യമെന്ന് തന്നെ പറയാം. അല്ല, ചിലപ്പോഴേ നിർഭാഗ്യമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഗുരുവിൻ്റെ ആശയത്തിനും പരമ്പരയ്ക്കും എന്തെങ്കിലും ഒരു അപജയം സംഭവിക്കണമെങ്കിൽ ഈ കാലഘട്ടത്തിൽ നടക്കാൻ പാടുന്നു. കാരണം വെച്ചാൽ ഗുരുവിനെ കണ്ട സമകാലികരി ജീവിച്ചിരിക്കെ വേണം ഇങ്ങനൊരു തെറ്റായ ഇതിലേക്ക് പോകാൻ. അതേസമയത്ത് നാളെ എൻ്റെ മക്കളോ സതികണ്ണൻ്റെ മക്കളോ എന്ന് വെച്ചാൽ അവരുടെ കുഞ്ഞുങ്ങളോ വന്നു കഴിഞ്ഞാൽ ഇതിലൊരു അപജയം വന്നാൽ അവർക്ക് മനസ്സിലാകത്തില്ല. അവരത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ തത്വമാണെന്ന് പറഞ്ഞ് അവരത് വിശ്വസിക്കും, മനസ്സിലായ? നമ്മുടെ ചിട്ടയാണ് നിഷ്ഠയാണെന്ന് പറഞ്ഞ് അതിനെ തെറ്റിൻ്റെ കൂടെ അവർ സഞ്ചരിക്കും. അതെ അതെ അതെ. അതുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ ഇപ്പോഴേ സംഭവിക്കാൻ പാടുള്ളൂ. കാരണം ഇതിലൂടെ നിവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഈ പരമ്പരക്ക് ഒരു കാലത്തും അങ്ങനെ ഒരു തെറ്റ് സംഭവിക്കാൻ പാടില്ല, മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും എന്താ പറയുക, നമുക്ക് പല കുറവുകളും ഉണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് കുറവുകളുണ്ട്, ഞാൻ പൂർണ്ണനൊന്നുമല്ല. പക്ഷേ ഗുരുവിൻ്റെ ആശയത്തിൽ വരുമ്പോഴത്തേക്കും നമ്മൾ എത്ര മോശമാണെങ്കിലും ബ്രഹ്മശ്രീ കരുണാകര ഗുരു അല്ലാതെ ഇവിടെ ആരും പൂർണ്ണരല്ല. തീർച്ചയായിട്ടും. അല്ല, ഞാൻ പറഞ്ഞതാണ്. ഇപ്പം ഓരോരുത്തർ ചോദിക്കുമല്ലോ, ഇപ്പോൾ അമൃതാജിനിയുടെ അത്ര ഇതുണ്ടോ, ജ്ഞാനമുണ്ടോ, ഗുരുരത്നജ്ഞാന തപസ്സിയുടെ അത്രയും ഇതുണ്ടോ, അറിവുണ്ടോ? റീൽസ് കണ്ടില്ലേ, ഒരുപാട് ഷോർട്സ് കണ്ടില്ലേ? ഇതൊന്നും അല്ല. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ചന്ദ്രബാബുവിനോ എനിക്കോ മറ്റൊരു വ്യക്തിക്കോ ആർക്ക് വേണമെങ്കിലും കുറച്ച് സാമാന്യം ബുദ്ധിയുള്ള ചില കാര്യങ്ങൾ ചിലർ എഴുതി തന്നാൽ നമുക്കും ഇങ്ങനെ കണ്ണും കാലും കയ്യും ഒക്കെ കാണിച്ച് നമുക്ക് പറയാൻ പറ്റും, അഭിനയിച്ച് പ്രകടിപ്പിക്കാൻ പറ്റും. പക്ഷെ ഉള്ളിൽ വലിയ കാര്യമൊന്നുമല്ല. എന്ന് വെച്ചാൽ ഈ ഇവരുടെ ഓരോ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുമോ? എന്താ പറയുക, ഈ പറഞ്ഞ്
ഭയങ്കര ഇതായിട്ട് വരിക എന്ന് വെച്ചാൽ അമേദ്യത്തിലില്ലേ അത്രക്ക് അടിച്ചിട്ട് ഇത് സ്വർണ്ണക്കട്ടിയാണെന്ന് പറയുന്ന ഒരു സ്വഭാവമാണ് വരുന്നത്. അതിനെ ചന്ദ്രബാബു ആദ്യം പറഞ്ഞില്ലേ ഒരു കാര്യം, നമ്മുടെ ആ എന്തോന്ന് സെന്റർ ആ എൻട്രൻസിൽ കിടക്കുന്നത് ടേക്ക് എ ബ്രേക്ക് നമ്മുടെ ആ പഴയ റോട്ടിൽ നിന്ന് പോകുമ്പോൾ ഇടതുവശത്ത് കിടക്കുന്നത്. അതെ അതെ ആ അതിന്റെ കാര്യം അത് പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഒരു വീടാണെന്ന് തന്നെ വെച്ചോളൂ. അല്ല അത് പോട്ടെ, അതും വേണ്ട. ഗുരു ആശ്രമത്തിന്റെ നമുക്ക് വെറും അത്രയും സ്ഥലം മാത്രമായിരുന്നിട്ട് തന്നെയും ആദ്യകാലങ്ങളിൽ നമ്മളൊക്കെ വന്ന സമയത്ത് ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പൊ അത് അവിടെ എല്ലാം എന്ത് വൃത്തിയും ശുദ്ധിയും ഇതായിരുന്നു. അപ്പോ ഈ പരമ്പര മൊത്തം വന്നിറങ്ങി പോകുന്ന ആ എൻട്രൻസിൽ നമ്മുടേതെന്ന് പറഞ്ഞ് നമ്മുടെ ആശ്രമത്തിൻ്റെതെന്നും പറഞ്ഞ് കിടക്കുന്ന ആ സ്ഥലം ഇത്ര വൃത്തിഹീനമാക്കിയിട്ടിരിക്കുകയല്ലേ. അത് തന്നെ ഒരു എന്താ പറയുന്ന ഒരു അന്തർമുഖം, അതായത് ഒരു അധംപതനത്തിന്റെ ഒരു ലക്ഷണമല്ലേ അവിടെ. തീർച്ചയായിട്ടും നമ്മുടെ ഓഫീസിനോട് ചേർന്നിരിക്കണോണ്ടേ ഇതെന്നും നമ്മളിത് കാണുമ്പോൾ നമ്മൾക്കൊരു എന്താ പറയുക, അവരുടെ കയ്യിലാണ് ഇരിക്കണേലും അവർക്കാണ് അതിൻ്റെ അധികാരമെങ്കിലും ഇത് കാണുമ്പോൾ ഏതൊരു ഗുരുവിശ്വാസികളും ഏതൊരു ബ്രഹ്മശ്രീ കരുണാകരനും വിശ്വസിക്കുന്ന ഏതൊരാൾക്കും എന്നിട്ട് അതിൻ്റെ മുകളിൽ ഫ്രണ്ടിൽ തന്നെ ശാന്തിരി എന്നുള്ള ടേക്ക് എ ബ്രേക്ക് എന്നുള്ളൊരു ബോർഡും വെച്ചിട്ടുണ്ട്. ഇത് സർക്കാരിൻ്റെ നികുതി, ഈ സാധാരണ പൗരന്മാരുടെ നിന്നുള്ള നികുതി പണം കൊണ്ട് മേടിച്ച് ഗ്രാൻറ്റുകളൊക്കെ നമുക്ക് കിട്ടേണ്ടത് ആവശ്യമാണ്. പക്ഷേ അതൊക്കെ ജനോപകാരപ്രദമാക്കണം. വേണം തീർച്ചയായിട്ടും. ഒന്ന് പ്രസ്ഥാനത്തിനും ആശയത്തിനും ഉതകണം, രണ്ടെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് ഉതകണം. ഗുരുവിന് അവിടെ അവിശ്വാസിയൊന്നുമില്ല. അത് ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടണം. അതെ തീർച്ചയായിട്ടും. ഇതൊരു പ്രയോജനമില്ലാതെ ഒരു വസ്തുവക, കാരണം വെച്ചാൽ അത് വിൽക്കാൻ പറ്റാനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് വസ്തുവകൾ ഗുരുവിൻ്റെ വിറ്റിട്ടുണ്ട്, പക്ഷെ ഇത് വിൽക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ സർക്കാരുമായിട്ട് 15 വർഷത്തെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടെന്ന് തോന്നുന്നു. എങ്ങനെ 15 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വന്തം. അതുവരെ ഇത് നമ്മുടെ സ്ഥലത്ത് തന്നെയാണ്, ആശ്രമത്തിൻ്റെ സ്ഥലത്ത് തന്നെ ഇത് നടത്തിപ്പ് കാശവും ലാഭമില്ല നമുക്ക്. സർക്കാർ ഇതെന്ന് പറഞ്ഞാൽ ഒരുപാട് ഉദ്ദേശത്തിലാണ്. കാരണം കുടുംബശ്രീകൾക്ക് ഒരു ഇത് വേണം, തൊഴിൽ വേണം, ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടാണ്. ഇതൊരു ജീവകാരുണ്യ പ്രസ്ഥാനമല്ലേ എന്ന് കണ്ടിട്ടാണ് ഈ ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. അതിനെല്ലാം മിസ്യൂസ് ചെയ്യണം ഇവർ. മനസ്സിലായോ? അതാണ് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിട്ടിയ കാശിന്റെ പോലും ഒരു 10% പോലും ഉപയോഗപ്പെടുത്തിയിട്ടില്ല ഈ കൊടുത്തതിന്റെ ഉദ്ദേശവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നാണ് ചന്ദ്രബാബു പറഞ്ഞത്. തീർച്ചയായിട്ടും. അതും അവിടെ ഒന്നും നടത്തിയില്ലേ പോലും അതൊന്ന് പരിപാലിക്കണ്ടേ. സതീനം പറഞ്ഞ പോലെ വൃത്തി, ശുദ്ധി, പരിശുദ്ധി ഇതൊക്കെ വേണ്ടേ? അതുപോലും ഇവർക്ക് അതിനൊന്നും നേരമില്ല. ഇവർ അതിനൊക്കെ പുറമെ ഇവരുടെ സുഖലോലുപതൊക്കെ നടക്കണം. എങ്കിൽ പിന്നെ ഇത് ഈ ഡ്രസ്സൊക്കെ ഊരി വെച്ചിട്ട് അവരെ വഴിക്ക് പൊക്കോട്ടെ. തീർച്ചയായും. ഇത് ആഗ്രഹിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് ശിക്ഷകളില്ലേ ഗുരുവിന്. നമ്മളാരും അല്ല ഇത് പറയുന്നത്, നമ്മളാരും ഇത് ചെയ്യാന്നല്ല ഇത് പറയുന്നത്. അതിന് അർഹതപ്പെട്ടുള്ളവരെ ചെയ്യാൻ വിട്ടുകൊടുക്കൂ. വേണ്ടേ? തീർച്ചയായിട്ടും വേണം. നമ്മളെന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ അതിനൊരു കണ്ണിയാകാൻ മാത്രം ആഗ്രഹിക്കുന്നുള്ളൂ. ഇപ്പൊ ഒരുപാട് ആൾക്കാർ വിചാരിക്കും എന്താണെന്നറിയോ, നമ്മളെന്തോ ഇതെല്ലാം പിടിച്ചെടുത്തിട്ട് നമ്മളെന്തോ ഭരിക്കാനാണ്. അങ്ങനെയല്ല. നമ്മൾ തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയണം. അത് സ്വന്തം കുടുംബത്താണെങ്കിലും നമ്മളത് പറയാൻ പഠിക്കണം. തെറ്റ് കണ്ടാൽ പറയണ്ടേ? തീർച്ചയായിട്ടും വേണം. അല്ലെങ്കിൽ ആ തെറ്റിന്റെ കൂടെ പോവുകയാണോ വേണ്ടത്, നമ്മൾ തിരുത്തി അതിനെ നല്ല വഴിക്ക് നയിക്കാനുള്ള ഒരു പ്രചോദനമാകണം വേണ്ടത്? ഏതാണ് വേണ്ടത്? തീർച്ചയായിട്ടും ഗുരു പറഞ്ഞു തന്ന ആശയത്തിനോട് വെറും വാക്കുകൾ കൊണ്ട് മാത്രം ഞാൻ ഗുരുവിൻ്റെ ഇച്ഛയ്ക്ക് സഞ്ചരിക്കുന്നയാളാണ്, ഞാൻ ഗുരുവിൻ്റെ കാര്യങ്ങൾ മാത്രം ചെയ്യുന്നയാളാണ് എന്ന് പറഞ്ഞത് കൊണ്ടായില്ല. ഇത് ഒരാളിന് വേണ്ടി ഞാൻ പറയുന്നതല്ല ചന്ദ്രബാബു. സന്യാസിനിമാരും ബ്രഹ്മചാരിണികളും ഗൃഹസ്ഥരും, അതായത് ഇപ്പോഴത്തെ ഈ കാലത്തെ ഉള്ള ആൾക്കാരെ ഗുരുവിൻ്റെ ശരീരം വെടിഞ്ഞതിന് ശേഷമുള്ള വിട്ടേക്കും. ശരി, അവർക്ക് അതിനെപ്പറ്റി അത്ര ആഴത്തിൽ അറിയില്ലായിരിക്കാം, അറിയുന്നവർ ഒരുപാട് പേരുണ്ടെന്നാലും ഈ കാര്യങ്ങൾ അറിഞ്ഞ് ഗുരുവിനെ ഇത്ര സ്നേഹിച്ച് ഗുരുവിനെ ഇത്ര ബഹുമാനിച്ച് നിന്ന ആൾക്കാർ പോലും ഇന്ന് ഇങ്ങനെ ചെയ്യുന്നത് ഇതിൽ പരം ഗുരുനിന്ന എന്ന് പറയാതെ ഞാൻ ഗുരുവിൻ്റെ ആളാണെന്ന് പറഞ്ഞിട്ട് എന്താണ് അതിലുള്ള അർത്ഥമുള്ളത്? അതിലെ 2 കാര്യങ്ങളുണ്ട്. ചിലർ വിചാരിക്കുന്നത് ഗുരുനിന്ന ചെയ്യുന്നത് മാത്രമാണ് തെറ്റെന്നുള്ളതാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഗുരുനിന്ന ചെയ്യുന്നത് തെറ്റാണ്. അതിനേക്കാൾ തെറ്റാണ് അതിന് കൂട്ടു നിൽക്കുന്നത്. അതെ, അറിഞ്ഞോ അറിയാതെ. എന്നുവെച്ചാൽ ഒരാളൊരു തെറ്റ് ചെയ്യാൻ പോകുമ്പോൾ അത് എന്നെ ബാധിക്കുന്നതല്ല, അവനെ ബാധിക്കുന്നതല്ലേ, അവൻ ചെയ്തോട്ടെ, എന്നിട്ട് നശിച്ചോട്ടെ എന്ന് വിചാരിക്കുന്നത് പോലും തെറ്റല്ല. തെറ്റ് തീർച്ചയായിട്ടും. നമുക്കറിയാമെങ്കിൽ നമ്മളത് പറയണം. അവൻ അനുസരിക്കാതിരിക്കെ അത് ചെയ്യട്ടെ. നമ്മളതാണ് ഇപ്പം ചെയ്തോണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അല്ലാതെ നമ്മൾ കുറ്റം പറയണതല്ല. അതിനൊരു ഉദാഹരണം ഞാൻ ആദ്യകാലങ്ങൾ ഗുരു ശരീരത്തോടുണ്ടായിരുന്ന സമയത്ത്
മഞ്ഞാലുമൂട് ശ്രീ ശേഖരമാമൻ്റെ സ്ഥലത്ത് വെച്ച് ഒരു മീറ്റിംഗ് നടക്കുകയുണ്ടായി. അപ്പോൾ അത് ഏത് സന്യാസിയാണെന്ന് സംസാരിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു സ്കൂളിൽ വെച്ചാണ് മീറ്റിംഗ് നടന്നത്. അപ്പോൾ ആ മീറ്റിങ്ങിൽ ഒരു സന്യാസി കുറച്ച് കാര്യങ്ങൾ ഇതുപോലെ നമ്മുടെ പരമ്പരയിലെ സന്യാസി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ, ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പെട്ടെന്ന് പറഞ്ഞതാണ്. അതിലെ തെറ്റായി വിചാരിക്കരുത്, അങ്ങനെ ഒരു ചിന്തയോട് കൂടിയല്ല അദ്ദേഹവും പറഞ്ഞതായിരിക്കും, പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. അതായത് നമ്മുടെ ചിന്തകൾ പോലും എന്ന് പറയുന്നതിനെ പറഞ്ഞിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു കൊച്ച് അല്ലെങ്കിൽ ആരെങ്കിലും റോഡിൽ നടന്നു പോകുമ്പോൾ ഒരു പുരുഷൻ ഇവിടെ ഇരുന്നിട്ട് ആ കൊച്ചിനെ കണ്ടിട്ട് അത് കാണുന്നില്ല, ആ പോകുന്ന കൊച്ച് ഇവിടെ ഇരിക്കുന്ന ആളിനെ കാണുന്നില്ല. പക്ഷേ ഇവന്റെ മനസ്സുകൊണ്ട് പോലും മറ്റൊരു രീതിയിൽ ചിന്തിക്കുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതും പാവമെന്നാണ്. തീർച്ചയായിട്ടും അല്ലെ, ആ ഒരു തർക്കവും. അപ്പോൾ അത്രയ്ക്കും ഇരിക്കുമ്പോൾ അതിനറിയില്ല, ഇവൻ മാത്രമാണ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ലല്ലോ. അറിഞ്ഞിട്ടും അറിഞ്ഞുകൊണ്ട് തന്നെ ഗുരു എന്താണ് ഇപ്പോഴത്തെ ഒരുപാട് പേർക്കറിയാം. ഈ അതായത് നവഗുരു അമൃതജന്മി ആരാണ്, എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ കൂടെ നിന്ന് കുട പിടിക്കുന്ന ഇവർക്ക് അല്ലെങ്കിൽ ഇവരോട് എന്തു പറയാൻ പറ്റും? ഇവർ എന്താണ് ഈ ഉദ്ദേശിക്കുന്നത്? ഇവർ എന്താണ് നമ്മുടെ വരും തലമുറകൾക്ക് പകർന്നു നൽകാനിരിക്കുന്നത്? തീർച്ചയായിട്ടും. പക്ഷെ ഇത് എല്ലായിടത്തും ഇതൊരു സ്വാർത്ഥതയും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ വേറൊരു കാര്യം പറയും, എന്നെ സംബന്ധിച്ചുള്ളൊരു കാര്യം പറയും. ഇപ്പോൾ ഈ എൻ്റെ പേരിൽ വന്ന കേസ് ഉണ്ടല്ലോ, ആ കേസിൽ എന്തുകൊണ്ടാണ് അത് വന്നതെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് എൻ്റെ ഒരു വൈഫിൻ്റെ ഒരു സഹോദരി എന്നുവെച്ചാൽ ഈ കുട്ടിയുടെ അമ്മയൊന്നുമല്ല, വേറൊരു സഹോദരി എന്നുവെച്ചാൽ അച്ഛൻ്റെ പെങ്ങളുടെ ഒരു മോള്, തെളിച്ച് പറയാം, ബൈജോൺ എന്ന് പറയുന്ന അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ ഗീത ചേച്ചി എന്നോട് ചോദിച്ചതെന്ന് വെച്ചാൽ, ബാബുട്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ആശ്രമത്തിനെതിരെ പോകാനായിട്ട്, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ വന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചേച്ചി, പിന്നെ അത് കൂടാതെ തന്നെ അവൾ പ്രേമിച്ചതിനെ എന്തിനാണ് എതിർക്കാൻ പോയെന്ന്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, എൻ്റെ മോള് പോയി പ്രേമത്തിൽ കുരുങ്ങി വീണാലും അവൾ പോയി വീണാലും എനിക്ക് തുല്യമാണ്. പിന്നെ ഗീത ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം, ഇനി വേണമെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഇപ്പം ഗീത ചേച്ചിക്ക് ഒരു മകനുണ്ടല്ലോ, ആ മകനെ എന്തെങ്കിലും ഒരു സംവിധാനത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താലും ഞാൻ കണ്ടാലും ഞാൻ മിണ്ടാതെ ഇരിക്കാം. അതാണ് ആ ചേച്ചി ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അങ്ങനെ അത് പറ്റത്തില്ല. അപ്പം ഞാൻ ചോദിച്ചു, അപ്പം സ്വന്തം മകൻ എന്തെങ്കിലും അപകടം വന്നാൽ എല്ലാവരും വേണം, ചേച്ചിക്ക് എൻ്റെ സഹായം വേണം. പിന്നെ ആ കൊച്ചിനെ ആൾക്കാർ ദുരുപയോഗം എന്ന് വെച്ചാൽ ദുരുപയോഗം എന്ന് വെച്ചാൽ തെറ്റായിട്ട് ഒരു കാര്യം ചെയ്യിപ്പിച്ചത് കൊണ്ട് അത് ഞാൻ ഫേസ് ചെയ്യാൻ തയ്യാറാണ്. മനസ്സിലായോ? അതിലെനിക്ക് വിഷമമൊന്നുമില്ല. കാരണം വെച്ചാൽ ആ കൊച്ചങ്ങനെ ചെയ്തുകൊണ്ട് എനിക്ക്, കാരണം വെച്ചാൽ എന്തെങ്കിലും ഒരു ചതി ആശ്രമത്തിൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് ഉണ്ടാവും. അത് ജീവനിലായിരിക്കും എന്നാണ് ഞാൻ ഇത് ചെയ്തത്. എന്നുവെച്ചാൽ നമ്മളെ ഒരു ഗുണ്ടാക്രമണമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആക്രമണമാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഇതിപ്പോൾ ഇതല്ലേ, ഇതെന്ന് വെച്ചാൽ എനിക്ക് ഫേസ് ചെയ്യാൻ അനുബന്ധമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും ഉണ്ട് എൻ്റെ കയ്യിൽ. മനസ്സിലായോ? അപ്പോൾ അത് ഞാൻ ഇത് ചെയ്തോളാം. ഞാനിപ്പോൾ എന്ന് പറഞ്ഞാൽ പറയാൻ കാര്യം എന്ന് വെച്ചാൽ, അവിടെ ഞാനൊരു സ്വാർത്ഥപരമായിട്ട് ചിന്തിച്ചിട്ട് എൻ്റെ വൈഫിൻ്റെ ചേച്ചിയുടെ കൊച്ചല്ലേ, അതെങ്ങനെ വേണമെങ്കിലും പ്രേമിച്ച് പൊക്കോട്ടെ എന്ന് ഞാൻ ചിന്തിച്ചാൽ എന്തായിരിക്കും? ആ കൊച്ചു പോയി നശിച്ചു പോവുക, അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചതല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. മനസ്സിലായോ? അപ്പം എന്നിരുന്നാലും ഉണ്ടല്ലോ, ഇനിയിപ്പോൾ നാളൊരിക്കൽ വേറൊരാൾക്ക് ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, നമ്മൾ ഇടപെട്ട് പോകും. മനസ്സിലായോ? എന്ന് പറഞ്ഞതുപോലെയാണ്, സ്വാർത്ഥപരമായിട്ടല്ല, നമ്മളതൊരു നമ്മുടെ അറിവിൽ പോരും. കാരണം നമ്മൾ അങ്ങനെ ഒരാളെ ചെയ്യും, ഒരു സഹായിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ആ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി ആൾക്കാർ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ സഹായിച്ചവർ മാത്രമല്ല എന്നെ സഹായിച്ചത്, ഞാൻ അറിയാത്തവർ പോലും എന്നെ സഹായിച്ചിട്ടുണ്ട് ആ കേസുമായിട്ട് ബന്ധപ്പെട്ടും അതിനനുബന്ധമായിട്ട് ഒരുപാട് കാര്യങ്ങളിൽ. മനസ്സിലായോ? അപ്പം ഞാൻ ചിന്തിക്കണമെന്ന് വെച്ചാൽ, നമ്മൾ ഗുരുവിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാലും അത് ഗുരു നോക്കും. അതിന് ഉത്തമ ഉദാഹരണമാണ് ആ കേസുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ, പലരും എൻ്റെ കേസ് വന്നപ്പോൾ ഉണ്ടല്ലോ, ഈ അപജയത്തെ നിവർത്തിക്കാൻ വന്ന പലരും ഈ കേസ് വന്നപ്പോൾ പേടിച്ച് വിട്ടുപോയി, പരമ്പര തന്നെ വിട്ടുപോയി. ഇപ്പൊ ദിനിൽ മിനി ദമ്പതികൾ അവർ പരമ്പര വിട്ടുപോയി. അവർ എന്നേലും മുമ്പേ ഈ ഒരു അപജയത്തിനെ തിരുത്താൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്.
പക്ഷേ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഗുരു എന്താണെന്ന് പഠിക്കാനുള്ള ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു. ഞാൻ അന്ന് വരെ ഗുരുവിനെ മനസ്സിലാക്കിയതിൽ കൂടുതൽ ഇത് വന്നതിന് ശേഷം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അനുഭവത്തിൽ കൂടെ, എൻ്റെ സ്വന്തം അനുഭവത്തിൽ കൂടെ. കാരണം അതിനെക്കുറിച്ചൊക്കെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി ഞാൻ അതിശയോക്തി പറയണതല്ല. ഒരു മനുഷ്യൻ ഒരു ജയിലിൽ പോയി കഴിഞ്ഞാൽ, ഇതേപോലൊരു നീചമായ കേസ് ജയിലിൽ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുന്ന നമുക്കൊരു ഊഹിക്കാം. പക്ഷെ അതിന് കടകവിരുദ്ധമായിട്ട് നമുക്ക് സ്വാധീനമില്ല, സമ്പത്തില്ല, ഒരു പിടിപാടും ഒരു സാധനവും ഇല്ല. നമുക്ക് ആകെയുള്ളതെന്ന് വെച്ചാൽ ഗുരു നമ്മൾ തമ്മിലുള്ളൊരു ഇത് മാത്രം. അപ്പോൾ ഗുരു ഓരോ പടവുകളും നമ്മളെങ്ങനെയാണ് കടത്തിവിട്ടതെന്ന് നമുക്കറിയില്ലേ, നമുക്ക് സ്വയം ചിന്തിക്കാമല്ലോ. അത് എനിക്ക് അത്ഭുതം, ഇന്നും അത്ഭുതമാണ് സത്യം പറഞ്ഞു. പിന്നെ ചന്ദ്രബാബു പല സ്ഥലങ്ങളിലും ഇത് സൂചിപ്പിക്കണമെന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, കേസിനെ സംബന്ധിച്ച് പറയണതല്ല, എൻ്റെ അനുഭവം ഞാൻ പറയണ്ടേ. തീർച്ചയായിട്ടും പറയണം. ഗുരു നമ്മളെ എങ്ങനെയാണ് സേഫാക്കിയെന്നുള്ളത്, പക്ഷെ നമ്മൾ അതിനൊരു മാധ്യമമായിട്ട് നിന്ന് കൊടുക്കണം. അതേസമയത്ത് അവർ ചിന്തിച്ചെന്താണ്, ഈ കേസിലൊന്നും കൊടുക്കാനെന്നല്ല അവർ ചിന്തിച്ചത്. എന്നെ ഇതിൽ കുടുക്കിയിട്ട് നേരെ DGP കൊടുത്ത പരാതി പിൻവലിപ്പിക്കുക എന്നുള്ളതാണ് അവർ നോക്കിയത്. പക്ഷെ ഞാൻ അതിൽ പോയിരുന്നെങ്കിൽ എന്ത് പറ്റും? ഞാൻ അവിടെ ഗുരുവിനെ മറക്കേണ്ടി വരും. മനസ്സിലായ? എനിക്കിതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കെടുതി വരും, അത് വേറെ കാര്യം. എൻ്റെ കർമ്മ എന്തെങ്കിലും ഒരു പിന്നെ വേറെ കാര്യമുണ്ട്. ഒരാൾക്ക് നമ്മളെ ചതിക്കണമെങ്കിലും നമ്മളിൽ എന്തെങ്കിലും പൂർവ്വജന്മമായിട്ട് വന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും, ഇല്ലേ? തീർച്ചയായും. അതിന് എത്രത്തോളം ആഘാതം പറ്റിക്കാമെന്നുള്ളത് നമ്മൾ ഗുരുവിനെ പ്രാർത്ഥിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് അതിൻ്റെ ആഘാതം ഗുരുവിന് കുറക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വലിയച്ഛൻ ജയിലിൽ കിടന്നിട്ടുണ്ട്. അത് ഈ കേസിലല്ല, കള്ളനോട്ട് കേസിൽ. രണ്ടും ആശ്രമം റിലേറ്റഡ് ആണ്. അതെ, ആശ്രമമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിന് രണ്ടിനും കാരണങ്ങളുണ്ട്. മനസ്സിലായ? അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം, എൻ്റെ വിശദ വിവരങ്ങൾ വേറൊരു വീഡിയോയിൽ പറയാം. ഇപ്പം ഞാനത് ജസ്റ്റ് സൂചിപ്പിച്ചത് മാത്രമേ. പിന്നെ നമുക്കിത് കൊണ്ട് നിർത്താം, കാരണം സമയം ഒത്തിരി ഇതായതുകൊണ്ട്. അടുത്തൊരു ഇൻ്റർവ്യൂ നമുക്ക് ഇനിയുണ്ടോ? വല്ലതും ഉണ്ടോ? ഒരു ചോദ്യം കൂടെ ഒന്നുകൂടി ചോദിച്ചിട്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കും. അപ്പം ചന്ദ്രബാബുവിനോട് ഒരു കാര്യം കൂടെ എനിക്ക് ചോദിക്കാനുള്ളത് എന്താണ്? എനിക്കല്ല, ഇത് ഈ പറഞ്ഞ പോലെ മറ്റുള്ളവരുടെ സംശയങ്ങളാണ് ഞാൻ ചോദിക്കുന്ന ഓരോ കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് എന്തെന്ന് വെച്ചാൽ, ചന്ദ്രബാബുവിൻ്റെ കുടുംബ പേര് എല്ലാ സ്ഥലങ്ങളിലും എടുത്തു പറയുകയും എല്ലാ സ്ഥലത്തിലും എഴുതുന്നതും എന്തിനാണ്, അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് പലരും അതേപ്പറ്റി പല വിമർശനങ്ങളും ചെയ്യാറുണ്ട്. അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതിനെക്കുറിച്ച് ആദ്യം ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കാം സതീരനോട്. ഇപ്പോൾ ഗുരു ശരീരത്തോട് ഇരുന്നപ്പോൾ, അതായത് നമ്മുടെ ബ്രഹ്മശ്രീ കരുണാഗുരു ശരീരത്തോട് ഇരുന്നപ്പോൾ സതീരൻ്റെ വീട്ടുപേരെന്താണ്? എൻ്റെ പേര് മംഗളം, വീട്ടുപേര് മംഗളം. പഴയ പേരും മംഗളം തന്നെയാണോ? അല്ല, പഴയ വീട്ടുപേര് ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലത്തിൻ്റെ പേര് പാറക്കാട്ടുവിള എന്നായിരുന്നു. അപ്പോൾ പാറക്കാട്ടുവിള പുത്തൻ വീടെന്നാണ് ആദ്യത്തെ പേര്. ഇപ്പോൾ ഗുരു പറയാണ്, നിങ്ങളുടെ ആ തലമുറ എന്നും അറിയപ്പെടണമെങ്കിൽ ഈ പേര് തന്നെ ഉപയോഗിച്ചു പോരണം. അതിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെന്ന് വെച്ചോ. അപ്പോൾ സതീണ്ണനോട് അത് പറഞ്ഞാൽ സതീണ്ണൻ പിന്നെ ആ വീട്ടുപേര് മാറ്റുമോ, ആ പേര് ഇങ്ങനെ നിലനിർത്താനുള്ള എല്ലാ സംവിധാനവും ചെയ്യുമോ, അല്ലെങ്കിൽ അത് അപ്രസക്തമാക്കുമോ? ഇത് ചോദിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, എനിക്ക് ആദ്യത്തെ പേര് അങ്ങനെ ആണെങ്കിലും എനിക്ക് രണ്ടാമത് ഈ മംഗളം എന്നുള്ള പേര് ഇപ്പോൾ സംബന്ധമായി എൻ്റെ മകൻ്റെ പേരോട് ചേർത്ത് ഞാൻ എൻ്റെ ഈ സെല്ലിലൊക്കെ ഇത് അടിച്ചിടുമ്പോൾ കലാധരൻ മംഗളം എന്നാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് എൻ്റെ ഒരു ആഗ്രഹമാണ്. ആ മംഗളം എന്ന് പറയുന്നത് അവൻ്റെ ഇതിലും വെച്ച് അവൻ ഇഷ്ടമാണെങ്കിൽ അത് തുടർന്ന് തന്നെ പോകട്ടെ, അവൻ്റെ മക്കളിലും അങ്ങനെ പോകട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ വെച്ചത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അതും പ്രത്യേകിച്ച് ഗുരു പറഞ്ഞ ഒരു പേര്, നിങ്ങളിത് ചേർത്ത് വയ്ക്കണമെന്ന് പറഞ്ഞ പേര് ആർക്കെങ്ങനെ വേണ്ടാന്ന് പറയാൻ പറ്റും? ആണല്ല, നമ്മളോട് അത് ഗുരു പറയാനൊരു കാരണം കൂടിയുണ്ട്. നമ്മളോട് പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾ എവിടെ പോയാലും ഈ വീട്ടുപേര് ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിറ്റേക്കാടെന്നാണ്. അത് ആ പേരിൻ്റെ ഇതുകൊണ്ടല്ല. ചുറ്റേക്കാടെന്ന് പറഞ്ഞാൽ ആ വീടിൻ്റെ സ്ഥലം ഒരു കാടായിരുന്നു. ഇപ്പോൾ ഗുരുവിൻ്റെ ജന്മം ഇരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അതൊരു കാടായിരുന്നു. ആ കാട്ടിൽ എൻ്റെ അപ്പൂപ്പൻ വെട്ടിത്തെളിച്ച് അതിൻ്റെ നടുക്ക് ഒരു വീട് വെച്ചാണ്. ചുറ്റിനും കാടായതുകൊണ്ട് ചുറ്റേക്കാട് എന്ന് വെച്ചാൽ ചിറ്റേക്കാട് എന്നുള്ള പേര് വന്നത്. മനസ്സിലായ? അല്ലാതെ ബോധപൂർവം അങ്ങനെ ഒരു പേരുണ്ടാക്കിയതല്ല. അപ്പം ഗുരു അത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഗുരുവിൻ്റെ അച്ഛൻ്റെ ഫാമിലിയിലെ ആൾക്കാർ പാണപ്പള്ളിയിലാണല്ലോ ഗുരുവിൻ്റെ അച്ഛൻ്റെ വീട്. അപ്പം ഗുരു ശരീരത്തോടെ ഇരുന്നപ്പോൾ ഒരുപാട് ആൾക്കാർ ഉപയോഗിച്ചിട്ട് ഗുരുവിൻ്റെ അച്ഛൻ്റെ ഫാമിലി എന്ന് വെച്ചാൽ വേറെ ഒന്നിനും വേണ്ടിയല്ല. ഗുരു എനിക്ക് നാടുണ്ട്, എനിക്ക് വീട്ടുകാരുണ്ട്, കൂട്ടുകാരുണ്ട്,
ഗുരുവിൽ എല്ലാവരും ഉണ്ട്, ശിഷ്യഗണങ്ങളുണ്ട്, എല്ലാം ഗുരു പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായ? എന്നും പറഞ്ഞ് അവർക്ക് പ്രത്യേക പ്രിവിലേജ് കൊടുക്കാനോ അവരെ ആദരിക്കാനോ ബഹുമാനിക്കാനോ ഒന്നുമല്ല. അവരെയും കൂടി ഗുരുവിൻ്റെ പരമ്പരയെ കൊണ്ടുവന്നിട്ട് ഈ ആശയത്തിൽ അവരെ ഉൾപ്പെടുത്തണം. വേണ്ടേ? വേണം, തീർച്ചയായിട്ടും. അപ്പം അതാണ് ഗുരു ഉദ്ദേശിച്ചത്. അല്ലാതെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഗുരുവിൻ്റെ കുടുംബക്കാർക്ക് കസേരയിട്ട് കൊടുത്തിട്ട് അവരെ വാഴിക്കാനല്ല. ഈ പരമ്പരയിൽ ജനിച്ച ഗുരുവിൻ്റെ കുടുംബാംഗങ്ങൾ പോലും അതിന് പറഞ്ഞിരിക്കുന്ന ഗുരു എന്താണെന്നറിയോ? ശ്രീനാരായണ ഗുരുവിൻ്റെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവിനെ ബഹുമാനിച്ച കുടുംബാംഗങ്ങളുണ്ടല്ലോ, അവരൊക്കെ നല്ല രീതിയിലും പോയി ശ്രീനാരായണ ഗുരുവിനെ കളിയാക്കിയ ആൾക്കാരുണ്ടല്ലോ, കുടുംബത്തിൽ നിന്ദിച്ചവർ, അവരൊക്കെ കുടുംബത്തിൽ വട്ടായി പോയി എന്നുള്ളത് ഗുരു പറഞ്ഞിട്ടുണ്ട്. ഈ കാരണം ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഗുരുവിൻ്റെ അച്ഛൻ്റെ ഫാമിലിനെ അന്വേഷിച്ച് പോയത്. അല്ലാതെ ശാന്തിഗിരി കൊണ്ടുവന്നിട്ട് ഗുരുവിൻ്റെ സ്വത്ത് വകകൾക്ക് അവകാശം സ്ഥാപിക്കാനല്ല. അങ്ങനെ ചിന്തിക്കുന്നതൊക്കെ മൂഢസ്വർഗത്തിലുള്ള ആൾക്കാരാണ് അങ്ങനെ ചിന്തിക്കുന്നത്. ഈ സ്വത്ത് മാത്രമല്ലല്ലോ, ഗുരുവിൻ്റെ സ്വത്തിനേക്കാൾ എത്രയോ വിലമതിക്കുന്നതാണ് ഗുരുവിൻ്റെ ആശയം. തീർച്ചയായും ആശയം ആ കുടുംബാംഗങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയാണ് ഗുരു അതിന് ശ്രമിച്ചത്. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഗുരു അന്ന് കണ്ടെത്താൻ പറ്റാതെന്ന് വെച്ചാൽ ഈ കുടുംബ പേര് വെച്ചാണ് ഇത് തിരക്കി പോയത്. അല്ലാതെ ഗുരുവിനെ അറിയില്ലല്ലോ. വർഷങ്ങളോളം ഗുരു വിട്ടു നിന്നിട്ട് പിന്നെ ഗുരു ഇന്നപോലെ ശാന്തിരാശ്രമം തുടങ്ങിക്കഴിഞ്ഞാൽ അതിനുശേഷമല്ലേ ഇവിടെ പോകുന്നത്, ഓരോരുത്തരെ അന്വേഷിച്ച് വിടുന്നത്. അപ്പോൾ എത്രയോ വർഷത്തെ കാലയളവുണ്ട്. അപ്പോൾ അവരവിടെ നിന്ന് എല്ലാവരും വിറ്റുപോയിട്ട് പല ഭാഗങ്ങളിലേക്ക് പോയി. എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. കാരണം വീട്ടുപേരുണ്ടായിരുന്നെങ്കിൽ കണ്ടെത്താൻ കഴിയില്ല. അപ്പോൾ ചോദിക്കും ഗുരുവിന് ദിവ്യദൃഷ്ടിയുടെ, അങ്ങനെ കണ്ടെത്തേണ്ട ആവശ്യമില്ലല്ലോ. ഗുരു ശ്രമിക്കും. ഗുരുവിനെ സാധാരണ ഒരു ബ്രഹ്മം എങ്ങനെയാണ് ഗുരുവിനെ സാധാരണ ഒരു വ്യക്തി ജീവിക്കുന്നത് പോലെ ജീവിച്ച് അതിൻ്റെ പടവുകളെല്ലാം കടത്തിയാണ് ബ്രഹ്മ അവസ്ഥ പൂർത്തീകരിച്ചത്. അപ്പോൾ ഗുരു അന്വേഷിക്കാൻ വേണ്ടി കണ്ടെത്തിയില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഗുരു പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ എവിടെ പോയാലും ഗുരുവിൻ്റെ അമ്മയുടെ ഫാമിലിയല്ലേ ഉള്ളത്, കണ്ടുകിട്ടിയത് ഗുരുവിന് ഇടപെടാനായിട്ട്. അപ്പോൾ അവരോട് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ എവിടെ പോയാലും ഈ കുടുംബ പേര് നിങ്ങൾ നിലനിർത്തണം. അപ്പം ഞാൻ എന്ത് ചെയ്ത് അതിന് വേറൊരു കാര്യം കൂടി ഉണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ പേരിൻ്റെ കൂടെ എൻ്റെ യഥാർത്ഥ പേരെന്ന് പറഞ്ഞാൽ ചന്ദ്രബാബു ചിറ്റേക്കാട്ട് പത്മനാഭൻ എന്നാണ് എൻ്റെ പേര്. അപ്പം ഞാൻ 2000 കാലഘട്ടത്തിൽ അരൂർ പഞ്ചായത്തിൽ ഇലക്ഷൻ ചെയ്യുന്നപ്പോൾ നമുക്ക് ഏത് പേര് വേണമെങ്കിലും ചൂസ് ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ ഏത് പേര് വേണേലും എനിക്കെന്താ ഏറ്റവും കൂടുതൽ ഇഷ്ടമല്ലാത്തൊരു പേരായിരുന്നു ഇത്. കാരണം ആൾക്കാരൊക്കെ ചോദിക്കും ചിറ്റേക്കാട് എവിടെ പോകണമെന്ന് ചോദിക്കും. പേരല്ല, എനിക്ക് അന്ന് നമ്മുടെ ചോദിക്കും. ചിറ്റേക്കാടൻ എന്ന് പറയുമ്പോൾ എനിക്കെന്തോ ഒരു നെഗറ്റീവായിട്ടാണ് ഫീൽ ചെയ്തിരുന്നത്. പക്ഷെ ആ പറഞ്ഞ അങ്ങനെ കണ്ട ഞാൻ ഗുരു പറഞ്ഞത് കൊണ്ടാണ് ചുറ്റേക്കാടെന്ന് പറയുന്ന വീട്ടുപേരിനെ സ്നേഹിച്ചു തുടങ്ങിയത്. മനസ്സിലായോ? അതിപ്പോൾ ഗുരു എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ നമ്മളതിനെ സ്നേഹിക്കത്തില്ലേ? തീർച്ചയായിട്ടും. ഒരു ശിഷ്യനും ഭക്തനും എന്നുള്ള രീതിയിൽ ആ ഒരു ഇത് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാവർക്കും അറിയാൻ പറ്റും. ചന്ദ്രൂർ ഇപ്പോഴും എന്താ പറയുക, പല ഭാഗത്തും എൻ്റെ പേര് ചന്ദ്രബാബു ചിറ്റേക്കാട്. ഏത് വേണമെങ്കിലും പേര് നമുക്ക് ചൂസ് ചെയ്യാം. എന്നുവെച്ചാൽ നമ്മൾ അറിയപ്പെടുന്ന പേരുമുണ്ട്, നമ്മുടെ യഥാർത്ഥ നൈമുണ്ട്. ഇപ്പോൾ എനിക്ക് വേണ്ടി ചന്ദ്രബാബു പത്മനാഭൻ എന്നിടാം, തീർച്ചയായിട്ടും ഇടാം. പക്ഷേ ഗുരു പറഞ്ഞ അല്ലാതെ ഈ പെട്ടെന്നല്ല ഞാനിത് എടുത്തിട്ടത്, ഇങ്ങനെ പേര് ഉപയോഗിച്ചത്. എല്ലാവർക്കും തോന്നും ഞാനിപ്പോൾ ഈ അടുത്ത കാലത്താണ് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയത് ഗുരുവിൻ്റെ ആ ഒരു ഇത് പ്രിവിലേജ് കിട്ടാൻ വേണ്ടിയാണെന്ന്. അത് വിമർശിക്കാൻ വേണ്ടിയിട്ട് വിമർശിക്കാൻ പോവുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിമർശിക്കാൻ പറ്റി. ഇത് അവകാശത്തിന് വേണ്ടിയാണ്, അതിന് വേണ്ടിയാണ്, ഇതിനു വേണ്ടിയാണ്, അങ്ങനെയൊക്കെ പറയാൻ പറ്റും. ഇതിലെന്ത് പ്രിവിലേജാണ്? എനിക്കുള്ള പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ അത് ഉള്ളതല്ലേ, എൻ്റെ ജീവനിലുള്ളതല്ലേ. ഇപ്പോൾ ആ കുടുംബത്തിൽ ജനിക്കാനും ആ കുടുംബത്തോടൊത്ത് ഗുരുവിൻ്റെ ആശയത്തിൽ വന്ന് പെടാനും ഇത് വിശ്വസിക്കാനും ഒക്കെ ഭാഗ്യം കിട്ടിയതിൽ കൂടുതൽ നമുക്ക് എന്താണ് വേണ്ടത്? തീർച്ചയായിട്ടും. ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. നീ അങ്ങനെയല്ല എന്ന് പറയാൻ പറ്റുമോ? നീ അവിടെ ജനിച്ചതല്ലെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? ഒന്നും പറ്റത്തില്ല. നമ്മൾ അതുകൊണ്ടല്ല അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് പോലും നമ്മളൊരു ഘട്ടം വരെ പ്രസ്ഥാനത്തെ നശിപ്പിക്കണമെന്ന് കണ്ടപ്പോഴാണ് നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചത്. എന്താണ്? ആ ഇപ്പം ഇരിക്കുന്നവർക്ക് വേറെ ചോദ്യം ചെയ്യാൻ ആൾക്കാരില്ല. വേറെ ആർക്ക് ചോദ്യം ചെയ്യാൻ പറ്റും? ഇവരെ ചോദ്യം ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പം നമ്മളിൽ തന്നിരിക്കുന്ന ഗുരുവായിട്ട് തന്നിരിക്കുന്ന അധികാരത്തെ നമ്മൾ ഈ സമയത്ത് ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ മണ്ടന്മാരായി പോകും. നമ്മളല്ല, ഈ പരമ്പര മണ്ടന്മാരായി, ഈ ആശയത്തെ നശിപ്പിക്കുന്ന കൂട്ടിരിക്കുന്ന പോലെ ആയിപ്പോകും. അതുകൊണ്ട് മാത്രമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ പേര് അത് 2000 മുതൽ അന്നത്തെ കാലഘട്ടത്തിൽ ആൾക്കാർക്ക് അറിയാം. ഞാനവിടെ പഞ്ചായത്ത് ഇലക്ഷൻ ചെയ്യുന്നപ്പോൾ അവിടുത്തെ കംപ്ലീറ്റ് പോസ്റ്ററുകളിലും അവിടുത്തെ ഭിത്തികളിലും നമ്മുടെ ഓയിൽ മില്ലിൻ്റെ ഭിത്തിയിൽ വരെ ഞാൻ എൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. ഈ പേര് 2000 കാലഘട്ടത്തിൽ അന്നില്ലാത്ത ഇതാണ് ഇപ്പോൾ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാകുന്നത്. എന്താണ് ഈ ആശയത്തെ നശിപ്പിക്കുന്നതുകൊണ്ട് വിമർശിക്കാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ ചന്ദ്രബാബുവിനും ഇല്ലാത്ത കുറ്റങ്ങളില്ല, കുറവുകളില്ല. മനസ്സിലായ? എനിക്ക് എൻ്റെതായ കുറവുകളും കുറ്റങ്ങളും ഉണ്ട്, മറ്റുള്ളവരെ പോലെ തന്നെ. ഈ പറയുന്നവരോടും ഈ വിമർശനം പറയുന്ന എല്ലാവരോടുമായിട്ടും പരമ്പര അറിയുന്നതിന് വേണ്ടിയിട്ടുമായിട്ട് എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാൻ തന്നെ പറയാം. എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം പറഞ്ഞോളൂ. എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ ആദ്യം പറഞ്ഞതുപോലെ ഗുരുവിൻ്റെ
ജന്മഗൃഹം പൊളിക്കാൻ നിന്നപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, തീർച്ചയായിട്ടും ഗുരുവിൻ്റെ ജന്മഗൃഹം പൊളിക്കരുത്, എക്കാലത്തേക്കും അത് നിലനിൽക്കണം എന്നുള്ള രീതിയിലാണ് ഒരു കേസ് കൊടുക്കണമെന്ന് പലരുമായിട്ട് തീരുമാനിച്ച് ചന്ദ്രബാബു അതിൽ ഉൾപ്പെട്ട് കേസ് കൊടുത്തതെന്ന് പറഞ്ഞു. അപ്പോൾ പരമ്പരയും മറ്റീ അഭിപ്രായ വ്യത്യാസമുള്ള നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, അവിടെ ഈ പറഞ്ഞു വന്ന ആർക്കെങ്കിലും കേസ് കൊടുക്കാൻ പറ്റുമായിരുന്നു? എനിക്ക് പരമ്പരയോടുള്ള ചോദ്യമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് ചന്ദ്രബാബുവിൻ്റെ അച്ഛനും മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം അവരാണ് അനന്തരാവകാശികൾ. അപ്പോൾ ഈ ഞാനായിരുന്നാലും എനിക്ക് എത്ര ഗുരുവിനോട് സ്നേഹമുണ്ടായാലും എന്ത് തന്നെ ആയാലും ചന്ദ്രബാബുവിൻ്റെ കുടുംബത്തിൽ നടക്കുന്ന കേസിന് അവിടെ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് എനിക്ക് നിന്ന് കേസ് കൊടുക്കാൻ പറ്റുമോ? അതിലേ വേറൊരു വിഷയം കൂടി ഉണ്ട്. എന്താണെന്നറിയോ, ഗുരുവിൻ്റെ കുടുംബത്തിൽ തന്നെ ഇപ്പോൾ 2 വിഭാഗമുണ്ട്. ഒരു ചെറിയ വിഭാഗം എന്ന് പറഞ്ഞാൽ ഈ നവഗുരുവിൻ്റെ കൂടെ, എന്ന് വെച്ചാൽ കപട ഗുരുവിൻ്റെ കൂടെ കൂടി നിൽക്കേണ്ടത് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി. അവർക്ക് റിസ്ക് എടുക്കാൻ വയ്യ, അവർക്ക് ഈ പ്രിവിലേജ് വേണം. എന്നെ സംബന്ധിച്ച് പ്രിവിലേജ് എനിക്ക് വേണ്ട, മനസ്സിലായ? വിശ്വാസ സമൂഹത്തിൻ്റെ മുമ്പിലുള്ള ആദരവ് വേണ്ട, പ്രിവിലേജ് വേണ്ട. ഗുരുവിൻ്റെ ആശയം നിലനിർത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. അല്ലാതെ ആരുടെയും പൊന്നാട വേണ്ട, കസേര വേണ്ട, അധികാരം വേണ്ട, പദവി വേണ്ട. പക്ഷേ എന്നെപ്പോലെ തന്നെ ഗുരുവിൻ്റെ കുടുംബത്തിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവർക്ക് അതിനുള്ള പലർക്കും പല കുറവുകളുമുണ്ട്. എങ്ങനെ? ചിലർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അത് കൊടുക്കാനുള്ള വഴി അറിയില്ല. എന്നേലും ധൈര്യശാലികൾ നമ്മുടെ കുടുംബത്തിലുണ്ട്. പക്ഷെ അവർക്ക് അതിൻ്റെ പോകേണ്ട വഴി അറിയാൻ പാടില്ല. വഴി അറിയാവുന്നവർക്ക് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ വേണ്ട, എന്തായാലും നമ്മളിങ്ങനെ ഗുരുവിൻ്റെ കുടുംബത്തിൽ വന്ന് ജനിച്ചു പോയി, നമ്മളിതൊക്കെ എന്തോ അവരാലോചിക്കണം എന്താണെന്നറിയോ, ഇതെന്തോ ഒരു കഷ്ടതയാണെന്നുള്ള രീതിയിലാണ്. മനസ്സിലായേ? എങ്ങനെ? ഇത് തെറ്റിച്ചു, ഗുരുവായിട്ട് തന്നെ എല്ലാവരെയും ഇതുപോലെ കൊണ്ടുവന്ന് തെറ്റിപ്പിച്ചു, നമ്മളിനി എന്ത് ചെയ്യും, നമ്മൾ വന്ന് പെട്ടുപോയി എന്നുള്ളൊരു മനോഭാവത്തിലാണ്. അപ്പം അങ്ങനെ വിവിധ തരത്തിലാണ്. ഗുരു എന്തിനാണ് ഇതൊക്കെ ചെയ്തതെന്നും ഗുരു അനുഭവിച്ച ത്യാഗം എന്താണെന്നും അതൊക്കെ അവർ മനസ്സിലാക്കാനുള്ള കുറവ് കൊണ്ടാണ് ഞാൻ അവരെ കൂടി ഇത് പറയണത്. എന്താണെന്നറിയോ, അവരും കൂടി മനസ്സിലാക്കണം. മനസ്സിലായോ? ഇപ്പം എൻ്റെ കൂടെയുണ്ട്, എൻ്റെ കൂടെ ഒരു വിഭാഗം ഗുരുവിൻ്റെ കുടുംബാംഗങ്ങളുണ്ട്. പക്ഷെ അവരും എന്നെപ്പോലെ മുന്നിട്ടിറങ്ങിയാൽ, ഞാൻ നേരത്തെ പണ്ട് പറയുമായിരുന്നു, ഈ ഉഷാമ്മയൊക്കെ സത്യം മനസ്സിലാക്കിയിട്ട്, അതായത് ഇതിനുവേണ്ടി അധികാരത്തിനും അവകാശത്തിനും വേണ്ടിയിട്ടല്ല, ഗുരുവിൻ്റെ ആശയം എന്നുള്ള ഒരൊറ്റ, തീർച്ചയായിട്ടും. അപ്പം അതിനു വേണ്ടി നിൽക്കാനായിട്ട് ഞാൻ അതാ പറഞ്ഞത്. ഇപ്പം എന്നേലും ധൈര്യശാലികൾ നമ്മുടെ കുടുംബത്തുണ്ട്. എൻ്റെ വല്യച്ഛൻ്റെ ചില മക്കളെന്ന് പറഞ്ഞാൽ അവർ ഒന്നും നോക്കത്തില്ല. മനസ്സിലായ? അവർക്ക് ഇത് വന്നു കഴിഞ്ഞാൽ വിവേകം പോലും നഷ്ടപ്പെട്ട് പ്രവർത്തിക്കുകയുള്ളൂ. പക്ഷേ സാത്വികന്മാരായ എൻ്റെ ഇളയച്ഛൻ്റെ മക്കളുമുണ്ട്, അവർക്കൊക്കെ അറിയാം. പക്ഷേ അവരൊന്നും, നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ, ഞാനാണ് കൂടുതൽ ഗുരുവിനാട് കുടുംബത്തിൽ ചെറുപ്പക്കാരുടെ ഇടയിൽ, പയ്യന്മാരുടെ ഇടയിൽ ഞാനാണ് ഗുരുവിനാട് കൂടുതൽ കാര്യങ്ങളിൽ ഇടപെട്ടേക്കുന്നത്. ഞാൻ ഗുരുവിനോട് ശരിക്കും പറഞ്ഞാൽ പേടിച്ചു മാറി പുറകെ പോയി നിൽക്കുന്നൊരു സ്വഭാവം അല്ലായിരുന്നുണ്ട്. എന്ത് കാര്യവും നമ്മൾ ഗുരുവിനോട് ചോദിക്കും, നമ്മൾ ധൈര്യസമേതം ചോദിച്ച് മനസ്സിലാക്കും. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ചോദിക്കാൻ. ഇപ്പം ഞാൻ സിഗരറ്റ് വലിക്കുന്ന കാര്യം പോലും ഗുരുവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരിടയ്ക്ക് ഞാൻ സിഗരറ്റ് വലിക്കുന്നത് എനിക്ക് എത്ര നോക്കിയിട്ട് നിർത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഗുരുവിനോട് പറഞ്ഞു, ഗുരുവേ, ഞാൻ ഇതുപോലെ എനിക്ക് സിഗരറ്റ് വലിയുടെ ഒരു വിഷയമുണ്ട്, അപ്പോൾ അതെനിക്ക് നിർത്താൻ നോക്കിയിട്ട് നടക്കുന്നില്ല. അപ്പോൾ ഗുരു പറഞ്ഞ് പയ്യൻ നിർത്തിയാൽ മതി എന്ന് പറഞ്ഞു. സാവകാശമായി എന്ന് വെച്ചാൽ അതെൻ്റെ വല്യച്ഛൻ കള്ളു കുടിക്കുമായിരുന്നു. വല്യച്ഛൻ DL പോയോ, നമ്മളുള്ളത് കാര്യം ഉള്ളതുപോലെ പറയണമല്ലോ. അപ്പോൾ വല്യച്ഛൻ ഗുരുവിനോട് വന്ന് ചോദിച്ചപ്പോഴും ഗുരുവും പറഞ്ഞതെന്ന് വെച്ചാൽ ഒറ്റയടിക്ക് നിർത്തിക്കളയാനല്ല പറഞ്ഞു. ഗുരു പറഞ്ഞത് എന്ന് വെച്ചാൽ ആശയത്തിൽ വരുന്നതിന് മുമ്പുള്ള കാര്യമാണ്. മറ്റേതെന്ന് പറഞ്ഞാൽ ഞാൻ ഇത് എന്താ പറയുക, ഇങ്ങനെ വലിച്ച് നമ്മളൊരു സാഹചര്യത്തിൽ പോയിട്ട് പെട്ടുപോകുമല്ലോ. ഇപ്പോൾ ഗുരുവിനോട് പറഞ്ഞ് നമുക്ക് തെറ്റ് പറ്റിയാൽ ഗുരുവിനോട് ചോദിച്ച് തിരുത്തുന്ന ഒരു സ്വഭാവം പണ്ട് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കൂടുതൽ ഗുരുവിനോട് അടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത്. മനസ്സിലായോ? അപ്പോൾ അല്ലാതെ നമ്മൾ ഗുരുവാണികൾ കേട്ടതോ അല്ലെങ്കിൽ ഗുരുവിനെ കാണുമ്പോൾ മാറി നിന്നൊരു ശീലമല്ലായിരുന്നു. എൻ്റെ അനിയന്മാർക്കോ അല്ലെങ്കിൽ എൻ്റെ ഇപ്പം മൂത്ത ചേട്ടൻ എന്ന് പറയുന്നില്ലേ, അദ്ദേഹത്തിന് പോലും അദ്ദേഹം ഇവിടെ ആശ്രമത്തിലാണ് നിന്നത്. ഈ ജ്യോതികേന്ദ്രൻ എന്നൊക്കെ അറിയപ്പെടുന്ന ചന്ദ്രബോസ് അറിയാം. അദ്ദേഹം ആശ്രമത്തിൽ നിന്നെങ്കിലും ആശ്രമത്തിന് കർമ്മമേഖലയിലായിരുന്നു. ഗുരുവിനോട് എൻ്റെ അത്ര പോലും അടുപ്പം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അദ്ദേഹം പറയുന്ന, അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ ഞാൻ കേൾപ്പിച്ചു തരാം. അദ്ദേഹത്തിനൊക്കെ എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ കൈ പേടി, ഗുരുവിൻ്റെ മുഖം പേടി, ഗുരുവിൻ്റെ പാദം ഭയം. മനസ്സിലായോ? അപ്പോൾ ചോദിക്കാൻ ഭയമായിരുന്നു. നമുക്ക് ഭയമല്ല പ്രശ്നം, നമ്മൾ ഭക്തി കൊണ്ട് തെറ്റും ശരിയും നമ്മൾ വേർതിരിച്ചറിയാനുള്ള ഒരു ശ്രമം കൂടിയായിരുന്നു ഗുരുവിനോട് ചോദിച്ചിട്ടുണ്ടെന്ന്.
മനസ്സിലായോ? അത് ഗുരുകാരുണ്യമായി തന്നെ കാണാം. അല്ല, അതൊക്കെ എനിക്ക് അസറ്റായിട്ട് മാറി. ഉം. എൻ്റെ വ്യക്തി ജീവിതത്തിൽ മാത്രമല്ല, ഇതുപോലത്തെ ഒരു കാര്യത്തിന് മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കുമ്പോൾ ആധികാരികമായിട്ട് പറയണമെങ്കിൽ അതിനനുസരിച്ചുള്ള അറിവ് വേണം. അത് ഗുരുമുഖത്തും തന്നെ കേൾക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ വേറൊരാൾ പറഞ്ഞുള്ള അറിവല്ല കൂടുതലും കാര്യങ്ങൾ. മനസ്സിലായോ? ഗുരുവിനോട് ഇടപെട്ട് എല്ലാ കിട്ടിയ അറിവാണ് ഞാൻ ഈ പറയുന്നത്. അതിൻ്റെ കൂടെ ഗുരുവാണികൾ ശ്രമിച്ചപ്പോൾ കൂടുതൽ അറിവ് നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ എന്താ പറയുക, അതുകൊണ്ടാണ് ഇത്രയും ഷാർപ്പായിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ മറ്റുള്ളവർ പറയും പോലെ കുറച്ച് പ്രവർത്തിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചിലപ്പോൾ ഇതേപോലൊരു കേസൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രവർത്തിക്കുമെന്ന് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും ഇല്ല. അപ്പോൾ അതിനൊക്കെ നമുക്ക് കവച്ചു വെക്കാൻ പറ്റുന്നത് പിന്നെ അത് തന്നെയല്ല, നമ്മൾ ധൈര്യപൂർവ്വം പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാം. ഓരോ കാര്യങ്ങൾ ഇവരെ ഭയക്കുന്നൊരു സമൂഹമുണ്ട്. ഭയങ്കര അധികാരവർഗ്ഗങ്ങളാണ് ഇവർ. ആര്? അമൃതാനന്ദ ഗുരുസ്വാമി, പ്രധാനമന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ, സംസ്ഥാന മന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ, പോലീസ് ഉദ്യോഗസ്ഥർ, മറ്റവർ മറിച്ചവർ, എല്ലാ സംവിധാനവും ഇവരുടെ പോക്കറ്റിലാണെന്നാണ് ഈ ഒരു കാര്യമുണ്ടല്ലോ. സാധാരണ ജനങ്ങളുടെ ഇടയിൽ, സാധാരണ ഇപ്പോൾ ഒരു ജനത്തിൻ്റെ ഇടയിൽ ഒരു SP-യുടെ മുന്നേ, DSP-യുടെ മുന്നേ, DGP-യുടെ മുന്നേ, ഒരു മന്ത്രിയുടെ മുന്നേ, പ്രധാനമന്ത്രിയുടെ മുന്നേ അവരോട് ചേർന്ന് നിന്ന് ഇങ്ങനെയൊക്കെ ഫോട്ടോ കാണുമ്പോൾ അതൊരു ഇത് തന്നെയല്ല. അതിനാണല്ലോ ഈ കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും വരുത്തിക്കൂട്ടുന്നത്. കാരണം അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ടെടുക്കാൻ സത്യം. പക്ഷെ അവരാരും ഇതൊന്നും അറിയുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ പറയുന്നതും നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന പരാതികളും സർക്കാർ സംവിധാനത്തിൽ കേന്ദ്ര സംസ്ഥാന ഇൻ്റലിജൻസിൻ്റെ കയ്യിൽ ഈ ഇവിടുത്തെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് മൊത്തം ഉണ്ട്. പക്ഷേ ഇത് ഇപ്പോൾ അതല്ല, അതിനൊരു കാര്യം വരുമ്പോൾ അവരിടപെടും. പലരും ചോദിക്കുന്നുണ്ടല്ലോ, നിയമപരമായിട്ട് നിയമ സംവിധാനം എന്തുകൊണ്ടാണ് അനങ്ങുന്നില്ല? അങ്ങനെ പെട്ടെന്ന് അനങ്ങത്തില്ല. അതിനാണ് റാം റഹീം. അദ്ദേഹത്തിന്റെ ചരിത്രം തന്നെ എടുത്തറിയാം. അദ്ദേഹത്തിന്റെ ഒരു സ്ത്രീ കൊടുത്ത ഒരു ഊമക്കത്താണ് വാജ്പേയി സർക്കാരിന്റെ അടൽ ബിഹാരി വാജ്പേയി ഒരു സ്ത്രീയുടെ ഊമക്കത്ത്. ആ ഊമക്കത്ത് കണ്ടെത്താൻ തന്നെ 4 വർഷം പിടിച്ചു. ആ ചരിത്രം മനസ്സിലാക്കി നമുക്ക് അറിയാൻ പറ്റും. എന്നിട്ട് അവരെപ്പോഴത്തേക്ക് 4 വർഷം കഴിഞ്ഞപ്പോൾ അവർ ആ ഒരു വിഷയത്തിൽ നിന്ന് അവർ മടുത്ത് മാറി, പേടിച്ചിട്ട്. പക്ഷെ അവരെ ഒന്ന് ഇതിലേക്കൊന്ന് ആക്കി കൊണ്ടുവരാൻ, അവരുടെ മാനസികാവസ്ഥ ഒന്ന് പൊരുത്തപ്പെടുത്തി കൊണ്ടുവരാൻ വേണ്ടി 4 വർഷം കൊടുത്തു. മനസ്സിലായോ? അത് കഴിഞ്ഞ് എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് ശിക്ഷ കിട്ടിയത് ആ കേസിന്. അപ്പം സർക്കാർ സംവിധാനത്തിന് എല്ലാ റിപ്പോർട്ടും ഉണ്ടാവും. പക്ഷേ അതിലേക്ക് ആരെങ്കിലും മുൻകൈ എടുത്ത് ചെന്നാൽ മാത്രമേ സർക്കാർ സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവരും എന്താണ് പറയുന്നത്, ആ പോണത്രം പോട്ടെ, രാജ്യദ്രോഹപരമാണെങ്കിൽ മാത്രമാണ് ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കണം. ഇവിടെ പ്രവർത്തിക്കേണ്ടത് ആരാണ്? ഗുരുവിൻ്റെ പ്രസ്ഥാനത്തെയും പരമ്പരയും വെച്ചുകൊണ്ട് ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റീസ്, രാജ്യദ്രോഹപരമായ കാര്യം ചെയ്യുമ്പോൾ അത് തിരുത്തേണ്ടതും തിരുത്തിക്കേണ്ടതും നമ്മുടെ ഒരു പൗരൻ എന്നുള്ളതും ഗുരുവിൻ്റെ ഉത്തമ വിശ്വാസം എന്നുള്ള രീതിയിൽ, ഗുരുവിൻ്റെ ശിഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മളാണ്. മനസ്സിലായോ? അല്ലെങ്കിൽ ഇതിനൊരു പാവത്തിൻ്റെ ഒരു അംശവും പേരിക്കൊണ്ട് നമുക്ക് ഈ ഭൂമി വിടാൻ പറ്റുമോ? അതാണ് ചന്ദ്രബാബു ആദ്യം പറഞ്ഞില്ലേ. തീർച്ചയായിട്ടും. എന്താ പറഞ്ഞേ? ഇപ്പോഴ് ഗുരുവിൻ്റെ സമകാലീനരായ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ തലമുറയ്ക്ക് എന്താണ് പകർന്നു കൊടുക്കാൻ പോകുന്നത്? അല്ല, അവരൊന്നും തെറ്റു പറയാൻ നമുക്ക് പറ്റത്തില്ല. നമ്മളാണ് ഇത് ഈ കാലഘട്ടത്തിൽ ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പം ഗുരു അറിയാതെ ഒരു കാര്യം സംഭവിക്കില്ലെന്ന് നമ്മൾ പറയുന്നുണ്ടോ? അത് എന്തുകൊണ്ടാണ് ഇപ്പം സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ ഞാൻ യഥാർത്ഥ ഭക്തനാണ്, ഞാൻ ഗുരുവിൻ്റെ യഥാർത്ഥ ശിഷ്യനാണ്, ധൈര്യസമേതം വിളിച്ചു പറയാനായിട്ട്. പണ്ട് ഈ ആചാര്യന്മാർ വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടി ജീവൻ വരെ ത്യാഗം ചെയ്ത ആൾക്കാരുണ്ട്, ഇല്ലേ? തീർച്ചയായിട്ടും. എന്നുവെച്ചാൽ മുഹമ്മദ് നബിയുടെ കാലത്ത് ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടി വാളെടുത്ത് യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെയൊന്നും സംഭവിച്ചില്ലല്ലോ. സംഭവിച്ച അത്രയും നിങ്ങൾക്ക് ത്യാഗപ്പെടേണ്ടതില്ല എന്ന് ഗുരുവാക്കുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ നമ്മളെന്ന് പറഞ്ഞാൽ ഒരു ലോക നന്മക്കുള്ള ഒരു ആശയത്തിന്റെ പേരിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഇന്ത്യയിലെ സ്വാതന്ത്ര്യം, ഈ സ്വാതന്ത്ര്യം നമ്മളോ നമ്മുടെ അപ്പന്മാരുണ്ടാക്കിയതല്ല, ആണ് അല്ല. തീർച്ചയായും ഒരുപാട് ധീര ജവാന്മാർ, ഒരുപാട് ആൾക്കാർ, മഹാത്മാഗാന്ധി, പിന്നെ സുഭാഷ് ചന്ദ്രബോസ്, പിന്നെ എന്താണ് ഒരുപാട് ആൾക്കാർ, പേര് പറഞ്ഞാൽ തീരാത്തത്രയും ആൾക്കാർ ഇതിന്റെ പുറകിൽ എണ്ണയിട്ട യന്ത്രം പോലെ. അതിന്റെ കൂടെ തന്നെ ഒരുപാട് സാധാരണക്കാരായ വ്യക്തികൾ, ഇല്ലേ? അവരുടെയൊക്കെ ചോര ഒഴുക്കിയതിന്റെ ആ ഒരു ഇതാണ് നമ്മളിപ്പോൾ സ്വാതന്ത്ര്യമായിട്ട് അനുഭവിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ അത്രത്തോളൊന്നും നമ്മൾ വിഷമിക്കേണ്ടി വരുന്നുണ്ടോ? അതാണ് ഗുരു പറഞ്ഞത്. നിങ്ങൾ ഞാൻ കഷ്ടപ്പെട്ട, ഞാനല്ലെങ്കിൽ സഹിച്ച അത്രയും ത്യാഗം സഹിക്കേണ്ടതില്ല എന്ന് വാക്ക് മാത്രം സൂക്ഷിച്ച് മതി. ഗുരുവിൻ്റെ വാക്ക് മാത്രം അതുപോലെ നമ്മൾ സൂക്ഷിച്ച് വരും തലമുറയ്ക്ക് പകർന്നു നൽകിയാൽ മതി. അതേണ നമ്മളെക്കാൾ കൂടുതൽ
ഉത്തരവാദിത്വവും ഇത് ചെയ്യേണ്ട അർഹതപ്പെട്ടവർ വേറെയുണ്ട്. ഒരുപാട് എക്സ്ക്യൂസുകൾ ഒരുപാട് പേർക്ക് പറയാൻ പറ്റും. എന്താണ്? എനിക്ക് പണമില്ലെന്ന് പറയാൻ പറ്റും, എൻ്റെ കുടുംബത്തിൽ പല പ്രശ്നങ്ങളുണ്ടെന്ന് പറയാൻ പറ്റും, ഒരുപാട് കുറവുകൾ പറയാൻ പറ്റും, ഒരുപാട് പോരായ്മകൾ പറയാൻ പറ്റും. പക്ഷെ അതൊന്നും തിരുത്തിയിട്ട് വന്നിട്ടല്ല ഗുരുവിൻ്റെ ഈ ആശയത്തെ നിവർത്തിക്കുന്ന കാര്യം ചെയ്യുന്നത്. ഒരുപാട് ആൾക്കാർ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ, എന്തോ പിന്നെ റിസർവ് ബാങ്കിൻ്റെ ഒരു ഫണ്ട് വരും, ആ ഫണ്ട് വന്ന് ആ കാശ് കിട്ടിയിട്ട് ഇതൊന്ന് നിവർത്തിച്ചെടുക്കാമെന്നാണ്. അങ്ങനെ ഒന്നും നടക്കില്ല. നമ്മൾ ത്യാഗപ്പെട്ട്, നമ്മൾ കഷ്ടപ്പെട്ട്, നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രമേ ഇത് നിവർത്തിച്ചു വരുള്ളൂ. തീർച്ചയായിട്ടും ചന്ദ്രോ, ചിലരുടെ മനസ്സിലൊരു വിചാരമുണ്ട്, അതായത് ഗുരു എല്ലാം നോക്കിക്കോളും. ഗുരു എല്ലാം നോക്കിക്കോളും എന്നല്ല പറഞ്ഞത്. പ്രവർത്തിക്കേണ്ട സ്ഥലത്ത് നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടുവരണം. ഗുരു നമ്മളിലൂടെയാണ് പ്രവർത്തിക്കേണ്ടത്. ഇതാണ് പറഞ്ഞത്, ഗുരു പ്രവർത്തിക്കും. എങ്ങനെയാണ്? ഗുരു നമ്മളിലൂടെയാണ് പ്രവർത്തിക്കേണ്ടത്. മനസ്സിലായില്ലേ? തീർച്ചയായിട്ടും. ഗുരു അതിനുള്ള ജ്ഞാനവും അറിവും പ്രാർത്ഥനയും എല്ലാ സാധനവും നമുക്ക് തന്നിട്ടില്ലേ? തന്നിട്ടുണ്ടോ? ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇവിടെ നിന്ന് പറയണമെങ്കിൽ ഞാനൊരു സാധാരണക്കാരനായിട്ട് ഗുരുവിൻ്റെ കുടുംബത്തിൽ ജനിച്ചതല്ല, ഞാൻ ഈ പരമ്പരയെ പെട്ടില്ലെങ്കിൽ ഒന്ന് വെച്ചോ, എനിക്ക് ഇത്രയും കാര്യങ്ങൾ ആത്മീയപരമായിട്ട് എന്തെങ്കിലും പറഞ്ഞത് എനിക്കറിയാൻ പറ്റില്ല. കാരണം എൻ്റെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ഗുരു തന്നെ പറഞ്ഞിട്ടില്ലേ, ആത്മീയപരമായിട്ട് അറിവില്ലാത്തൊരു കുടുംബമാണ്, മുട്ടാളത്തരം മാത്രം കയ്യിലുള്ള കുടുംബമാണ്. പക്ഷെ ഗുരു എന്താ ചെയ്തത്? മുട്ടാളത്തരമായ കുടുംബത്തിനെ, ഈ മുട്ടാളത്തരം പറയുമ്പോൾ ഇപ്പൊ അതിനെയും ഒരു എന്താ പറയുന്നത് വലിയൊരു കാര്യമാക്കിയെടുത്ത് ഗുരു പറഞ്ഞതല്ലേ മുട്ടാളന്മാരാണ് ആണല്ലോ, ഗുരു പറഞ്ഞതാണ്. അങ്ങനെ പറഞ്ഞ് അതിനെയും അത് എന്താ പറയുന്നത് അത് വെച്ചും കുറച്ചുപേരെ എന്താ അത് എങ്ങനെ കുറച്ചുപേരെ, അതായത് ഈ കുടുംബക്കാരെ എങ്ങനെ ആക്ഷേപിക്കാമെന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നവരും ഇതിനിടയിലുണ്ട്. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ പറയാൻ പലപ്പോഴും ശ്രമിച്ചിട്ട് മറന്നു പോയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഈ കഴിഞ്ഞ ആ ഒരു ഗുരുവിൻ്റെ ഇതിന് ജന്മദിന കേസുമായിട്ട് ബന്ധപ്പെട്ട് അതൊന്ന് പറഞ്ഞിട്ട് പറയാം. ഞാൻ പറയാൻ വന്നത്, ഞാനത് പിന്നീട് കേട്ടപ്പോൾ ആ കാര്യം വന്നില്ല. എന്താണെന്നറിയോ? ഇപ്പോൾ ഗുരുവിൻ്റെ ജന്മദിനത്തിൻ്റെ കേസിൽ പല കുടുംബയോഗങ്ങളിലും ഈ ശാന്തിഗിരി ആശ്രമത്തിൽ നിന്നുള്ള പ്രതിനിധികൾ വന്ന് പറയിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ചന്ദ്രബാബു കേസ് തോൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും സങ്കല്പവും ചെയ്യണമെന്നാണ് പറയുന്നത്. മനസ്സിലായ? കാരണം അങ്ങനെ ഒരു പാവം എല്ലാവരിലേക്കും കൊടുക്കാൻ വേണ്ടിയാണ്. മനസ്സിലായേ? ഗുരുവിന്റെ ഇച്ഛയ്ക്ക് വിരുദ്ധമായിട്ട് ഇങ്ങനൊരു പ്രാർത്ഥന ചെയ്താൽ ഗുരു നിന്നയല്ലേ അത്? തീർച്ചയായിട്ടും ആണോ? എന്നെ സംബന്ധിച്ചത് എനിക്ക് അങ്ങനെ പറഞ്ഞതിൽ എനിക്ക് വിഷമമില്ല. പക്ഷെ എനിക്കറിയാവുന്ന കാര്യം പറയണ്ടേ? അപ്പൊ അതിൽ പൂർണ്ണത കിട്ടാത്തതുകൊണ്ട് ഞാനിത് സൂചിപ്പിച്ചത്. ഒന്ന്. രണ്ടാമത്തെ ഇപ്പൊ സതീണൻ എന്താണ് പറഞ്ഞത്? എന്താ ചോദിച്ചത്? മുട്ടാളത്തനം. ഇപ്പൊ ഇതിനോടനുബന്ധിച്ച് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ അച്ഛൻ്റെ നമ്മളൊക്കെ നിൽക്കുമ്പോൾ ഗുരു ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മളവിടെ നിന്ന് വണ്ടി വിളിച്ച് ഇവിടെ വന്ന് ഗുരുവിൻ്റെ സ്നേഹം കിട്ടാൻ വേണ്ടി വന്ന് ഇവിടെ നിന്ന് പ്രസാദവും വാങ്ങി അതും ഇതൊക്കെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ വന്നു കഴിയുമ്പോൾ ഇവിടെ വരുമ്പോൾ ഗുരു മൊത്തം വഴക്കാ പറയുന്നത്. എന്നുവെച്ചാൽ ഗുരുവിൻ്റെ അമ്മാവൻ പണ്ടെന്തോ മാവ് വെട്ടിയ കാര്യവും വൃക്ഷങ്ങളുടെ കാര്യവും അത് വെട്ടി എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയുന്ന ഓരോ കാര്യങ്ങൾ. എന്നിട്ട് ഗുരു പറയും നിങ്ങൾ മുട്ടാളന്മാരാണെന്ന് പറയും. ഇതൊക്കെ നമ്മുടെ വല്യച്ഛൻ്റെ അളിയൻ, അതായത് വല്യമ്മയുടെ ആങ്ങള ഇപ്പൊ ഇവിടെ നിൽക്കുന്നുണ്ട്. സ്നേഹാന്മ എന്നറിയപ്പെടും. അറിയില്ലേ? അറിയാം. സ്നേഹാന്മ, പഴയ ഉത്തമൻ എന്ന് വെച്ചാൽ എല്ലാ മനുഷ്യരെയും കളിയാക്കി ജീവിക്കുന്ന ഒരു മനുഷ്യൻ. കളിയാക്കി ജീവിക്കുക, അവഹേളിക്കുന്ന രീതിയിൽ അവഹേളിക്കുക മാത്രമല്ല, ഇവരുടെ അതായത് അമൃതജന്യയുടെ അതേ രീതിയിൽ ആശ്രമങ്ങളിലും ബ്രാഞ്ചാശ്രമങ്ങളിലും കുടുംബങ്ങളെ എങ്ങനെ ശിഥിലമാക്കാം ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിന് ഉദാഹരണമാണ്. ആരെങ്കിലും ചോദിച്ചാൽ ഞാനത് പറയുകയും ചെയ്യാം. അതന്നെ. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തറിയോ? ഇദ്ദേഹം അന്ന് ഇവിടെ വിശ്വാസിയാണ്. ബ്രഹ്മചാരിയായിട്ടൊന്നും ഇപ്പില്ല. ഇടയ്ക്ക് ബ്രഹ്മചാരിയായിട്ട് വന്ന് നിന്ന് തുടങ്ങിയൊരു സമയമാണ്. അപ്പോൾ ഇദ്ദേഹം അവിടെ വീട്ടിൽ വരും, നമ്മുടെ ചന്ദ്രന് വരും, വല്യമ്മയുടെ വീട്ടിൽ വരും, വല്യച്ഛൻ്റെ വീട്ടിൽ വരും, എന്നിട്ട് നമ്മുടെയൊക്കെ വീട്ടിൽ വരും. എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിക്കുമല്ലോ. സംസാരിക്കുമ്പോൾ എൻ്റെ അച്ഛനൊക്കെ ഇന്ന് സംസാരിക്കുമ്പോൾ ഇദ്ദേഹവും അന്ന് അച്ഛന് ചായക്കടച്ചുണ്ട്, ചായക്കടയുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ സംസാരിക്കുമ്പോൾ ഇദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിട്ട് തോൽക്കുമെന്ന് കാണുമ്പോഴില്ലേ, അല്ലെങ്കിലും ഗുരു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഗുരുവിൻ്റെ കുടുംബക്കാരെല്ലാം മുട്ടാളന്മാരാണെന്ന് പറഞ്ഞ് അച്ഛനെ അങ്ങോട്ട് കടക്കലിട്ടങ്ങോട്ട് വെട്ടിക്കളയും. ഇത് കേൾക്കുമ്പോൾ അച്ഛന് തിരിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഇത് അദ്ദേഹത്തിന്റെ ഒരു ബ്രഹ്മാസ്ത്രം എന്ന് പറയാം. കാരണം ഗുരു പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അച്ഛന് പിന്നെ അവിടെ വായടഞ്ഞു പോകും. ഗുരു എന്തിന്റെ പേരിലാണ് പറഞ്ഞേക്കണേന്ന് ഒക്കെയുള്ള വേറെ വിഷയം. അപ്പോൾ ഇത് കുറേ ആയിക്കഴിഞ്ഞപ്പോൾ അച്ഛൻ ഗുരുവിൻ്റെ അടുത്ത് വന്ന് ഞങ്ങളെല്ലാം കൂടി വന്നു കഴിഞ്ഞപ്പോൾ, ഫാമിലിയായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം അവിടെ ബ്രഹ്മചാരിയായിട്ട് നിൽക്കുകയെന്നല്ല തുടങ്ങിയത്. അപ്പോൾ ഗുരുവിൻ്റെ റൂമിൽ നിൽക്കുന്നു വെള്ളയൊക്കെ ഇട്ട്. അപ്പോൾ അച്ഛൻ ചോദിച്ച്, അച്ഛൻ അവിടെ നിന്നിട്ടേ വിഷമിച്ച് ചോദിച്ചു, ഗുരുവേ
ഈ ഉത്തമൻ എല്ലാവരെയും മുമ്പ് വെച്ച് ഗുരു പറയും ഗുരുവിൻ്റെ കുടുംബം മുട്ടാളന്മാരാണ്, ഒരു വിവരമില്ലാത്തവരാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇങ്ങനെ താഴ്ത്തി കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം അച്ഛനൊരു വിഷമം. അപ്പം ഗുരു ഇങ്ങനെ തിരിഞ്ഞിട്ട് പറഞ്ഞ് ഇവിടെ മാറിയെന്ന് പറഞ്ഞു, എടാ ഞാൻ എൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയുന്നത് അവരുടെ ദോഷം മാറി അവർക്ക് അതൊരു നന്മയിലേക്ക് വരാൻ വേണ്ടിയാണ്. ഞാൻ അവരെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അതെല്ലാം ചുമന്ന് നീ നിന്റെ വീട്ടിൽ കൊണ്ടുപോകണമെന്ന് ചോദിച്ചു. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ട്. നമ്മളിപ്പോൾ പറയുന്നത് അപ്പോൾ കുറ്റം പറയണമെന്ന് തോന്നുന്നു. നമ്മളതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ കുറ്റമല്ല പറയുന്നത്, സത്യമാണ് പറയുന്നത്. എന്ത് സത്യം? ഗുരുവിൻ്റെ പരമ്പരയെ നശിപ്പിക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ഒരാളെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയല്ല നമ്മളൊന്നും പറയുന്നത്. മനസ്സിലായോ? അഥവാ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ കാര്യങ്ങൾ ഉദ്ദേശശുദ്ധിയെ ഹനിച്ചുകൊണ്ട് വന്നതുകൊണ്ട് പറഞ്ഞതാണ്. മനസ്സിലായോ? അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അതോടുകൂടി ഈ പറയുന്ന ഉത്തമൻ, അപ്പം അതുവരെ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു. എങ്ങനെ ഇങ്ങനെ ഇവർ കുറ്റം പറയുമ്പോഴും ആര് കുറ്റം പറഞ്ഞാലും നമ്മുടെ കുടുംബത്തെ പറയാൻ നമുക്ക് ഒരു വിഷമം ഉണ്ടാവും. പക്ഷെ ഗുരു ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് ഇങ്ങനൊരു കാര്യം ഉണ്ടല്ലോ, കൊള്ളാം, ഇനി പറഞ്ഞോട്ടെ. അതുകൊണ്ടാണ് എൻ്റെ പേരിൽ ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ട് ഞാൻ ഈ സംഘടനയെ പ്രവർത്തിക്കുന്നതിന് മുമ്പോ ഒരാളോട് ഞാൻ ചെന്ന് ചോദിച്ചിട്ടില്ല. ചന്ദ്രബാബു ഗുണ്ട സെറ്റപ്പാണെന്ന് പറഞ്ഞു, പലതും പറഞ്ഞിട്ടുണ്ട്, പല കാര്യം, പല അപവാദങ്ങളും. ഞാനെല്ലാം സത്യം പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് ആസ്വദിച്ചിട്ടേ ഉള്ളൂ. എങ്ങനെ? പക്ഷേ ഇപ്പം ഞാനതിന് മറുപടി പറയണമെന്ന് പറഞ്ഞാൽ, നമ്മളൊരു ലക്ഷ്യത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ ഒരു ഔദ്യോഗിക ഭാരവാഹി ആയതുകൊണ്ട് ഞാൻ അങ്ങനെ അല്ലാന്ന് ആരെങ്കിലും ആണെന്ന് പറയുമ്പോൾ അല്ലാന്ന് പറയേണ്ട ഒരു ബാധ്യത എനിക്കുണ്ട്. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് എനിക്കിത് പൊതു സമൂഹത്തിൽ വെളിപ്പെടുത്തേണ്ടി വന്നു. മനസ്സിലായോ? അല്ലാതെ ഞാൻ എന്നെ വെള്ളം പൂശാൻ ഒരിടത്തും ഒന്നും സംസാരിച്ചിട്ടില്ല, ഇനി സംസാരിക്കുകയും ഇല്ല. പക്ഷേ ഇപ്പം ആരെന്ത് വിശ്വസിച്ചാലും എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ ഒരാളിപ്പോൾ എന്നെക്കുറിച്ച് എന്തെങ്കിലും പറയുകയാണെങ്കിൽ, അവൻ അറിയാൻ മേലാത്ത കൊണ്ട് പറയുകയാണെങ്കിൽ ഞാൻ പറയും അതെന്താണെന്ന് അറിയാമോ, അത് എനിക്കറിയില്ല എന്ന് പറയണമെങ്കിൽ ഞാൻ ഇന്നതാണെന്ന് പറയും. എന്നിട്ടും അത് തന്നെ പറഞ്ഞിട്ട് കിടക്കുകയാണെങ്കിൽ എനിക്ക് പരാതിയില്ല. നീ പറഞ്ഞു, അവൻ പറഞ്ഞോട്ടെ. അവൻ പറയുന്നത് അവൻ ബോധപൂർവമല്ല പറയണമെങ്കിൽ അവനെ തിരുത്തേണ്ട ബാധ്യത എനിക്കുണ്ട്. അതേസമയത്ത് അവൻ ബോധപൂർവം തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് പറയണമെങ്കിൽ കാര്യമില്ല. ഞാനപ്പോൾ ഇതൊക്കെ മനസ്സിലാണ് ഞാൻ പറയുന്നത്. ഗുരുവിൽ നിന്ന് പല പാഠങ്ങൾ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ എനിക്കുണ്ടായിരുന്നു. ഇതൊന്നും ബോധപൂർവം ഉണ്ടായതോ അല്ല, ആ സന്ദർഭവശാലി നമ്മൾ മനസ്സിലാക്കിയതാണ് ഓരോ കാര്യങ്ങൾ. മനസ്സിലായി എന്ന് പറഞ്ഞ് ഗുരുവിൻ്റെ ആശയത്തെ മൊത്തത്തിൽ ഞാൻ പഠിച്ചിട്ടുണ്ടെന്നല്ല, അറിയാമെന്നുള്ളതല്ല, പ്രാഥമികമായ ഒരു കാര്യം ശരി ഏത് തെറ്റേതെന്ന് ഗുരു പറഞ്ഞ് പഠിപ്പിച്ചത് തന്നിട്ടുണ്ട്. ഓരോ അനുഭവങ്ങളിലൂടെയും ഓരോ സാഹചര്യങ്ങളിലൂടെയും വിവിധ സന്ദർഭങ്ങളിലും. മനസ്സിലായോ? അപ്പം അതുകൊണ്ടാണ് നമുക്കിത് പറയാൻ കഴിയുന്നതും പ്രവർത്തിക്കാൻ കഴിയുന്നതും ഇത്രയും ആർജവത്തോടെ. നമ്മൾ ഇതിപ്പോൾ ഞാനൊരു പറയട്ടെ, ഇതിന് പലരും പറയുന്നുണ്ടായിരുന്നു പണ്ട് കാലം തൊട്ട്, ഇവരെക്കുറിച്ച് പറഞ്ഞാൽ പണി കിട്ടോട്ടാന്ന് പറയും. മനസ്സിലായി? ഞാനിത് തെറ്റാണെന്ന് കണ്ടപ്പോൾ തിരുത്താൻ ശ്രമിച്ചപ്പോൾ പറഞ്ഞ കാര്യമാണ്. ഞാൻ പറയും പണി കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ. ഇപ്പം ഗുരു ഇച്ഛിക്കുകയാണെങ്കിൽ എനിക്കൊരു പണി തരാനായിട്ട് അവർക്ക് സാഹചര്യം ഒരുക്കി കൊടുക്കണമെങ്കിൽ പണി കിട്ടട്ടെ. പക്ഷെ ഗുരു അനുവദിച്ചാൽ മാത്രമേ കിട്ടാവൂ. മനസ്സിലായോ? അപ്പം നമ്മുടെ കയ്യിൽ അപ്പം റോങ് ആയിട്ടൊന്നും ഉണ്ടാകാൻ പാടില്ല. അതായത് ഒരു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവിൻ്റെ ഇച്ഛയ്ക്കായി പ്രവർത്തിക്കുന്നു, ഗുരുവിൻ്റെ ഇച്ഛ വരണമേ എന്ന് ഗുരു എന്ത് ആഗ്രഹിച്ചോ ലോകമക്കൾക്ക് പകർന്നു കൊടുക്കണം, ഉലകത്തിനത് നന്മയായിട്ട് വരണം, അതിനു വേണ്ടി എന്തും സഹിച്ച് എന്ത് ത്യാഗവും സഹിച്ച് പ്രവർത്തിക്കാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. അതിലൊരു മാറ്റവുമില്ല. അപ്പോൾ അതിൽ നിന്ന് എന്ത് കിട്ടുന്നതും അത് ഗുരു തന്നെ തരുന്നതായിട്ട് സ്വീകരിക്കാം എന്നുള്ളതാണ് തീർച്ചയായിട്ടും ചന്ദ്രബാബു പറഞ്ഞു വരുന്നത്. തീർച്ചയായിട്ടും ആരെന്ത് പറയുന്നതിലല്ല, നമ്മൾ പ്രവർത്തിച്ച് നമ്മുടെ മനസ്സിനും നമ്മുടെ എന്താ പറയുക നമ്മുടെ ബുദ്ധിക്കും ഇച്ഛയ്ക്കും എല്ലാം ഗുരുവിൻ്റെ ഇച്ഛയ്ക്കും അതെല്ലാം എന്താ പറയുക അനുസരിച്ച് ജീവിച്ച് പ്രവർത്തിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗുരു അതിനുള്ള വഴികളൊക്കെ നമുക്ക് കാണിച്ചു തരും. ആര് ചതിക്കാലും ചതിയിൽപ്പെട്ടാലും അതിൽ നിന്ന് രക്ഷിക്കാനുള്ള വഴിയും ഗുരു തന്നെ കാണിച്ചു തരും. അതല്ല നമ്മൾക്ക് അങ്ങനെയാണോ എന്തെങ്കിലും ഒരു വിധിയെങ്കിൽ അത് ഗുരുവിന് വിട്ടുകൊടുത്തേക്കല്ലേ നമ്മൾ. ദൈവനിശ്ചയം. തീർച്ചയായിട്ടും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ഇതിനൊന്നും പ്രവർത്തിച്ചില്ല, എനിക്കൊന്നും അപകടമൊന്നും സംഭവിക്കില്ലെന്ന് പറയാൻ പറ്റും? തീർച്ചയായിട്ടും. എൻ്റെ കർമ്മഗതിക്ക് അനുസരിച്ച് എന്തെങ്കിലും ഒരു വരണമല്ലോ. ഗുരു പറഞ്ഞിട്ടുണ്ട്, ഗുരുവിന് വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണി കൊള്ളേണ്ടത് പിരിവത്ത് കൊണ്ടുപോയി പോകുള്ളൂ. ഗുരുവാണി ഉണ്ടല്ലോ. ഉണ്ട് തീർച്ചയായിട്ടും. അപ്പം എൻ്റെ കണ്ണി കൊള്ളേണ്ടത് പിരിവത്ത് കൊണ്ട് ചിലപ്പോൾ കളയുമായിരിക്കും. അപ്പം എൻ്റെ പിരിയെ മുറിഞ്ഞേ എന്ന് പറഞ്ഞ് ഞാൻ വേദനിക്കത്തില്ല. മനസ്സിലായോ? അപ്പം ഞാൻ എന്ത് ചിന്തിക്കും? എൻ്റെ കണ്ണി കൊള്ളണ്ടായിരുന്നത് എന്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ പിരിയെ മുറിഞ്ഞതിൽ എനിക്ക് വിഷമം ഉണ്ടാവില്ല. തീർച്ചയായിട്ടും. അത്രയും ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അത് ഈ നമ്മളെക്കുറിച്ച് മനസ്സിലാക്കാത്ത ആൾക്കാർക്ക്, നമ്മളെക്കുറിച്ച് അറിയാൻ മേലാത്ത ആൾക്കാരുടെ അടുത്ത് ആശ്രമം തന്നെയാണ് ഒരുപാട് കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നത്.
അത് അവർ വിശ്വസിച്ചോട്ടെ, അത് നമ്മുടെ വഴിയല്ല. ആണോ? അല്ല. ഈ ലോകത്തെ എല്ലാവരെയും നമ്മളെ വിശ്വസിപ്പിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുമോ? ഒന്നുമില്ല. അപ്പം നമ്മൾ വിശ്വസിക്കുന്നവർ വിശ്വസിച്ചാൽ മതി. ഗുരു പറഞ്ഞെന്താണ്? ഗുരുവിന് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു കുഞ്ഞെങ്കിലും ഉണ്ടായാൽ മതി എന്നാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും. ആ ഒരു കുഞ്ഞിൻ്റെ സ്ഥാനത്ത് ഇന്ന് ഒട്ടനവധി കുഞ്ഞുങ്ങളില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ലക്ഷങ്ങൾ ചിലപ്പോൾ മറുചേരിയിലാണേലും ഇപ്പുറത്ത് എത്രയോ ആയിരങ്ങളുണ്ട് ഗുരുവിന് വേണ്ടി പ്രവർത്തിക്കാനായിട്ട്, അറിഞ്ഞു അറിയാതെ. അതിപ്പോൾ നമ്മൾ കൂടുതൽ പറയാൻ പോകുന്നില്ല, അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. എന്നാലും ഈ ലക്ഷങ്ങളും ആയിരങ്ങളുടെയും കഥ പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നത് പഞ്ചപാണ്ഡവരും അതെ തീർച്ചയായിട്ടും കൗരവരും. അത് മാത്രം, അത് എല്ലാവർക്കും അറിയുന്ന കഥ ആയതുകൊണ്ട് നമ്മൾ വിവരിക്കേണ്ട കാര്യം. കാരണം ഒരു വശത്ത് ഗുരുവും മറുവശത്ത് അംഗബലം കുറവ്, ആയുധബലം കുറവ്, സമ്പത്ത് കുറവ്, എല്ലാം കുറവ്. പക്ഷെ അതിനെയൊക്കെ കവർ ചെയ്ത് ആ യുദ്ധം ജയിച്ച ആരാണ്? ഗുരു കൂടെ നിന്നിട്ടാണ്. ശ്രീകൃഷ്ണ പരമാത്മാവ് കൂടെ നിന്നുകൊണ്ടാണ് പാണ്ഡവർക്ക്. അതിൻ്റെ വേറെ വിശകലനങ്ങളൊന്നും വേണ്ട. എതിർചേരിയിൽ എന്തായിരുന്നു? ഒട്ടനവധി രാജാക്കന്മാർ, ഒട്ടനവധി ആയുധങ്ങൾ, ഒട്ടനവധി സമ്പത്ത്, പിന്നെ കൂടെ എത്രയോ പ്രമുഖരായ ആൾക്കാർ ഇല്ലേ? തീർച്ചയായിട്ടും. അതിലൊന്നും കഥയില്ല. നമ്മൾ ദൃഢനിശ്ചയത്തോടെ ഒരു നല്ലൊരു ലക്ഷ്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ ആ ലക്ഷ്യം കാണുക തന്നെ ചെയ്യും. മനസ്സിലായി? അല്ലാതെ നമുക്കിതിലൊരു ഒരു സ്വാർത്ഥ താല്പര്യമില്ല, ഒരു ഭൗതിക നേട്ടവും നമുക്ക് വേണ്ട. മനസ്സിലായ? ഒരു നേട്ടവും എന്താണോ ശരി തെറ്റി അത് ഗുരുവിന് തീരുമാനിക്കട്ടെ, അല്ലേ? തീർച്ചയായിട്ടും. നമുക്ക് കിട്ടണമെങ്കിൽ കിട്ടണം, അതിലും നമുക്ക് പുണ്യം കിട്ടണമെന്ന് പോലും ഇല്ല. എങ്ങനെ? അതും ഒരു സ്വാർത്ഥതയാണ്. ഇപ്പൊ ചിലർ ചിന്തിക്കുന്നില്ലേ, ഗുരുവിന്റെ ഇച്ഛ എന്തോ അത് നടക്കണം. അതിന് നമുക്ക് എന്ത് കിട്ടിയേ കിട്ടാതിരിക്കേ അതിലൊന്നും ഒരു അത് കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം. കർമ്മഫലം തരും ഈശ്വരനല്ല. അത് തന്നെ. മനസ്സിലായോ? പുണ്യം കിട്ടിയില്ലെങ്കിലും പാപഭാരമെങ്കിലും കുറയുമല്ലോ. നമ്മുടെ മുൻജന്മ പാപങ്ങളുടെ ഒരു ഭാരം ഉണ്ടല്ലോ, അത് കുറയാനുള്ള ഒരു വഴിയെങ്കിലും ആവുമല്ലോ ഇത്. തീർച്ചയായും. ഇത് പറയുമ്പോ ചെറിയൊരു കഥ, ഒരു മിനിറ്റിന്റെ ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് ഇത് നിർത്താം. തൽക്കാലം ഇവിടെ നിർത്താം. അതായത് 2 സന്യാസിമാരിരുന്ന് തപസ് ചെയ്യുകയായി. എല്ലാവർക്കും അറിയുന്ന പുരാണത്തിലുള്ള കഥ തന്നെയാണ്. അപ്പോ എനിക്ക് അത് ഞാൻ വളരെ ചുരുക്കമായിട്ട് ഇവിടെ പറയാം. അപ്പോൾ ഈ തപസ് ചെയ്തപ്പോ ഈശ്വരൻ, ദൈവം മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെട്ട് അവർക്ക് എന്താ വേണം? മുക്തി വേണം. അതാണ് രണ്ടുപേരുടെയും ലക്ഷ്യം. മുക്തിക്ക് വേണ്ടിയാണ് രണ്ടുപേരും തപസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സമയത്ത് ദൈവം പ്രത്യക്ഷപ്പെട്ടു. ഞാനാണ് ദൈവം, എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. ഒരാളിനോട് ചോദിച്ചു. രണ്ടുപേരും അടുത്തടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞു, ദൈവമേ, എനിക്ക് മുക്തി വേണം, അതിനാണ് ഞാൻ തപസ് ചെയ്തത്. ദൈവം അങ്ങനെ സ്വല്പം ഒന്ന് ചിന്തിച്ചിട്ട് ചുറ്റുപാടൊന്ന് നോക്കി. ചുറ്റുപാടും നോക്കിയിട്ട് അടുത്തൊരു വലിയ പുളിമരം ഒരുപാട് ശാഖകളും നല്ല പച്ച പിടിച്ച് നല്ല ഒരു പുളിമരം. അതിനെ നോക്കിയിട്ട് പറഞ്ഞു, ഈ പുളിമരത്തിൽ എത്ര ഇലകളുണ്ടോ, അപ്പോൾ ഈ ഒരു മൊത്തത്തിരിക്കുന്ന ഇലയല്ല പറയുന്നത്, അതിലെ ഓരോരോ ചെറിയ ചെറിയ ഇല, എത്ര ഇലകളുണ്ടോ അത്രയും ജന്മം കഴിയുമ്പോൾ മുക്തി കിട്ടും, നിനക്ക് മുക്തി കൊണ്ടെന്ന്. ഇദ്ദേഹം അങ്ങ് ആഹപ്പാടെ ഒരു പരവേശത്തിലായിട്ട് വിളിച്ചങ്ങ് അലറി കരയാൻ തുടങ്ങി. അപ്പോൾ അടുത്തിരുന്ന ആള് ഭയങ്കരമോ സന്തോഷം, അതിഭയങ്കരമായ സന്തോഷത്തിൽ ചിരിക്കാൻ തുടങ്ങി. ഈ ചിരി കേട്ടിട്ട് ദൈവം അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു, നിനക്കെന്താണ് വേണ്ടത്? മുക്തി. അപ്പോൾ എന്തിനാണ് ഞാൻ അവിടെ മുക്തിയുടെ കാര്യം പറഞ്ഞപ്പോൾ നീ ചിരിച്ചത്? അപ്പോൾ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത്, ഇത്ര ജന്മങ്ങൾ കഴിഞ്ഞെങ്കിലും എനിക്കൊരു മുക്തി ഉണ്ടല്ലോ. അപ്പൊ ആ ചിന്തയിലാണ് അദ്ദേഹം സന്തോഷിച്ചത്. ഇവിടെ വേദനിക്കുകയല്ല ചെയ്തത്, എത്ര കഴിഞ്ഞാലും എനിക്കൊരു മുക്തി കിട്ടും, മുക്തി ഉണ്ട് എന്നുള്ള രീതിയിലാണ് സന്തോഷിച്ചത്. അപ്പോൾ ആ കഥയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഉടൻ തന്നെ മുക്തി കിട്ടി എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ പറഞ്ഞു വന്ന കാര്യങ്ങളെല്ലാം പരമ്പരയൊന്ന്, ഇത് എനിക്ക് അറിയാഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അറിയാഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇതുവരെ പറയാത്ത കാര്യങ്ങളോ അറിയാത്ത കാര്യങ്ങളോ അങ്ങനെയൊന്നുമല്ല,
പലരും ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കും, പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിരിക്കും, പലരുമായി ചർച്ച ചെയ്തിരിക്കും, ഒക്കെ ഉണ്ടായിരിക്കും. എന്നാലും നമ്മളിവിടെ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ കൂടെ ഇതിനെ ഇങ്ങനെ പറഞ്ഞ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം എന്തെന്ന് വെച്ചാൽ, ഗുരു നമുക്ക് ആവശ്യമായ ഈ സമകാലികരായിരുന്ന നമ്മളും ഇപ്പോൾ പരമ്പരയിലുള്ള സകലരും നാം എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഗുരു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഗുരു പ്രവർത്തിക്കും, ഗുരു വന്ന് പ്രവർത്തിക്കും എന്നിരിക്കുന്നതിനേക്കാളും നമുക്ക് അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ മക്കളെ കാര്യം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാര്യം കഴിഞ്ഞിട്ട്, എൻ്റെ വേറെ എന്തെങ്കിലും ഒരു കാര്യം കഴിഞ്ഞിട്ട് അങ്ങനെ മാറ്റി വെച്ച് അങ്ങനെ ഒരു സമയം നമുക്കാർക്കും ഒരിക്കലും കിട്ടുമെന്ന് ആരും വിചാരിക്കണം. അല്ലെങ്കിൽ എനിക്ക് അവിടെ ഒരു കുറച്ച് ജോലിയുണ്ട്, ഒരു 10 വർഷത്തെ ജോലി, അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ പിന്നെ ഗുരുവിൻ്റെ ഇച്ഛയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാം. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മകള് ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അവളുടെ ഒരു വിവാഹം കഴിഞ്ഞെങ്കിൽ ഞാൻ പ്രവർത്തിക്കാമായിരുന്നു. അങ്ങനെയൊന്നും വിചാരിച്ച് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ അടുത്ത നിമിഷം നമ്മുടേതാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയുന്നതായിരിക്കും ശരി. കാരണം അത് ദൈവത്തിൻ്റെ ഇച്ഛ മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് ഇന്ന് ഈ സെക്കൻഡിൽ നമ്മൾ ഇത്രയും അറിഞ്ഞ്, ഗുരുവിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞ്, ഏത് എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞ് നമ്മുടെ വരും തലമുറയ്ക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ടവരാണ് എന്നുള്ള ഒരു ഇച്ഛാശക്തിയോടുകൂടി എല്ലാവരും ഗുരുവിൻ്റെ ഇച്ഛയും ഗുരുവിൻ്റെ ആശയവും ഗുരുവിൻ്റെ ആശ്രമവും ഗുരു ഇച്ഛിച്ച ഭരണ സംവിധാനവും ആശ്രമത്തിൽ വരാൻ വേണ്ടി എല്ലാവരുടെയും ഒരു പ്രവർത്തനം. അതിൻ്റെ ഫലം എന്താണെന്ന് പറഞ്ഞല്ലോ. കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം തരും ഈശ്വരനല്ലോ. അപ്പോൾ എല്ലാവർക്കും ഈ രീതിയിൽ പ്രവർത്തിക്കാനും കൂടെയുള്ളവരെ പ്രവർത്തിപ്പിക്കുവാനും എല്ലാവർക്കും ഒരു ആഗ്രഹവും അതുപോലെ ശരീര സൗഖ്യം എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞങ്ങളിവിടെ നിർത്തുന്നു. ഇനിയും കാണാം. ഇതിൻ്റെ സംശയ നിവാരണത്തിനായി താഴെ നമ്പറുണ്ട്. ആർക്ക് വേണമെങ്കിലും ആ നമ്പറുമായിട്ട് ബന്ധപ്പെടാം. നമുക്കറിയുന്ന കാര്യങ്ങൾ സത്യസന്ധമായി ആരെയും ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മേലിൽ അടിച്ചേൽപ്പിക്കാനോ ഒന്നുമല്ല നമ്മൾ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ പരമ്പരയെ വേണ്ടി ചിലർ പറയാറുണ്ടായിരുന്നു, പരമ്പരയെ കുറ്റം പറയുകയാണെന്ന്. പരമ്പരയെ കുറ്റം പറയാനോ ഒന്നുമല്ല നമ്മൾ ശ്രമിക്കുന്നത്. സത്യം വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടിയുള്ള നമ്മുടെ ഈ എളിയ ഒരു ശ്രമം, ഈ ശ്രമത്തിൽ എല്ലാവരുടെയും പങ്കാളിത്തം ആഗ്രഹിച്ചുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തുന്നു. സദ്ഗുരുവേ ശരണം.